യൂദയുടെ ലേഖനം 3-ാം വാക്യമാണ്. ഒരിക്കൽ കൂടി വായിക്കാം. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്കൊരിക്കലായിട്ട് വരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. യൂദായുടെ ലേഖനം അല്ലെങ്കിൽ യൂദ എഴുതിയ ലേഖനം 3-ാമത്തെ വാക്യമാണ്. വളരെ പരിചിതമായ തിരുവെടുത്താണ്. ഇവിടെ ആയിരിക്കുന്നതിൽ സിംഹഭാഗവും ദൈവമക്കളും ദൈവദാസന്മാരുമാണെന്നറിയാം. ഓൺലൈനിൽ ഇപ്പോൾ ആയിരിക്കുന്നവരും മിക്കവരും അങ്ങനെയുള്ളവരാ. അതുകൊണ്ട് ആ നിലയിൽ ഇന്ന് രാത്രി അല്പസമയങ്ങൾ വചനം നമുക്ക് ചിന്തിക്കാം. യൂദയുടെ ലേഖനം 3-ാം വാക്യം. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിനെ പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. വേദപുസ്തകത്തിലെ 66 പുസ്തകത്തിൽ 65-ാമത്തെ പുസ്തകമാണ് യൂദയുടെ ലേഖനം. നമുക്കറിയാം, സത്യവേദ പുസ്തകം. ഇതിലെ പ്രതിപാദ്യ പുരുഷൻ നസ്രയനാകുന്ന യേശു ക്രിസ്തു. ഓരോ പുസ്തകത്തിലും ഓരോ അധ്യായത്തിലും ഓരോ താളിലും ഒളിഞ്ഞും തെളിഞ്ഞും പരിലസിക്കുന്ന വ്യക്തിപ്രഭാവം മറ്റാരുമല്ല, നസ്രയനാകുന്ന യേശു ക്രിസ്തു. ആ കർത്താവിനെ കരമുയർത്തി ഒന്ന് മഹത്വപ്പെടുത്താം. ജീവനെ എൻ ജീവനെ നമോ നമോ, ജീവനെ എൻ ജീവനെ നമോ നമോ, പാപികൾക്കമിതാനന്ദപ്രദന കൃപാകര നീ വാനോർ വാഴ്ത്തുനായക, ഞങ്ങളിൽ വാനോർ വാഴ്ത്തുനായക. പിണങ്ങാതിരിക്കാമെങ്കിൽ ഒരു കാര്യം പറയാം, പിണങ്ങിയാലും കുഴപ്പമില്ല. അതിവിടെ നല്ല എല്ലായിടത്തും പറയും. നമ്മൾ പാട്ട് പാടുമ്പം എൻ്റെ സ്വരവും നല്ലതല്ല, ശബ്ദവും അത്ര നല്ലതല്ല, നിങ്ങൾക്ക് അത് മനസ്സിലാകുന്ന കാര്യമാണ്. പക്ഷേ മിക്ക ഇടങ്ങളിലും ചെല്ലുമ്പോൾ ഈ പാട്ടിൻ്റെ വരിയും പാട്ടിൻ്റെ പദമൊന്നും ആർക്കും മനസ്സിലാകുന്നില്ല. വാദ്യ ഉപകരണങ്ങളുടെ ശബ്ദമാണ് നിൽക്കുന്നത്. വാദ്യ ഉപകരണങ്ങളെല്ലാം വേണം, സകല വാദ്യ ഉപകരണങ്ങളും കൊണ്ട് വേണം ദൈവത്തെ മഹത്വപ്പെടുത്താൻ. അത് വളരെ നല്ലതാണ്. നമുക്ക് കുറച്ച് പേർക്ക് ചില പാട്ടറിയാവുന്നത് കൊണ്ട് ഇന്ന പാട്ടാന്ന് നമുക്കറിയാം. നമ്മൾ മൂളുകയും ഞരങ്ങുകയും ചുണ്ടനക്കുകയും കിറി അനക്കുകയൊക്കെ ചെയ്യും. അത്രേ ഉള്ളൂ നമ്മളെ കൊണ്ടും. അത് അങ്ങനെ ഉള്ളൂ, അല്ല, വിട്ടുപാടുകയില്ല. എന്നാൽ ആദ്യമായിട്ടും ഇതൊന്നും അറിയാത്ത ആൾക്കാർ എന്തുവാ നിങ്ങൾ ഈ പാടുന്നെന്ന് അതുങ്ങൾ ചിന്തിക്കുക. കാരണം ഒന്നും കേൾക്കുന്നില്ല, കേൾപ്പിക്കുന്നില്ല. ഏത് പാട്ടാന്നോ, അതിൻ്റെ വരി എന്നാന്നോ, പദം എന്നതാന്നോ, എന്തോ അതിൻ്റെ പ്രയോഗം, ഇതൊന്നും നമുക്ക് പിന്നെ ഇത് കേൾക്കുകയും വേണ്ടല്ലോ. പിള്ളേരുടെ ഭാഷ പറഞ്ഞ ഓളവ, അത് നല്ലതല്ല. ഈ പാട്ടിനകത്ത് തിരുവചനമായിരിക്കണം. നിങ്ങൾക്ക് അറിവുള്ള വാക്യമായെങ്കിലും ഒന്ന് വായിക്കുന്നത് ഉചിതമായിരിക്കും. നിങ്ങൾക്ക് എല്ലാം അറിയാമെന്ന് എനിക്കറിയാം, എന്നാലും സന്ദർഭം വന്നുകൊണ്ട് ഒന്ന് വായിച്ചു തരും. ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 31-ാം അധ്യായത്തിൻ്റെ 30 വായിച്ചു. 31-ന്റെ 30. അങ്ങനെ മോശ ഇസ്രായേലിന്റെ സർവ്വസഭയെയും ഈ പാട്ടിന്റെ വചനങ്ങളൊക്കെയും ചൊല്ലി കേൾപ്പിച്ചു. അപ്പം പാട്ടിന്റെ വചനങ്ങൾ, പാട്ടിനകത്ത് വചനം വേണം. വചനമില്ലാത്ത പാട്ട് പാടരുത്. ഏത് പാട്ടും വചനപ്രകാരമാണ്. ജമൽസനൊക്കെ പഴയ പാട്ട് പാടുന്നവർ, അതുകൊണ്ട് അഭിനന്ദിക്കുന്നു. പഴയ പാട്ടിനകത്ത് പുതിയ പാട്ടെല്ലാം മോശമാണെന്നല്ല, എന്നാലും അത്ര പോരാ. ഉപ്പോളമൊക്കെ ഉപ്പിലിട്ടെന്ന് ചോദിച്ച പോലെ പഴയ പാട്ട് ഒന്ന് പാടിക്ക് അന്തരീക്ഷം മാറും. അതിൻ്റെയൊക്കെ കാര്യം മറ്റൊന്നുമല്ല, എല്ലാം വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒന്നുകൂടെ വാക്യം വായിച്ചോ മോനിസി പാസ്റ്ററെ. അങ്ങനെ മോശ ഇസ്രായേലിന്റെ സർവ്വസഭയെയും ഈ
പാട്ടിന്റെ വചനങ്ങളൊക്കെയും ചൊല്ലിക്കേൾപ്പിച്ചു. അപ്പോൾ പാട്ടിന്റെ വചനങ്ങൾ, പാട്ടിനകത്ത് ദൈവവചനം ഉണ്ടായിരിക്കണം. ദൈവവചനം അടിസ്ഥാനമില്ലാത്ത ഒറ്റ പാട്ടും ആത്മീക വേദികളിൽ നമ്മൾ പാടരുത്, ഞാൻ സഹിതം. അപ്പം അത് കേൾക്കണം, വചനം ഉണ്ടോ എന്ന് അറിയണം. അതുകൊണ്ടാണ് ഇത് ക്ലിയർ ആക്കണമെന്ന് പറയുന്നത്. ഇനി ആവർത്തന പുസ്തകം എല്ലാം എടുപ്പിക്കുന്നില്ല. 32-ാം അധ്യായത്തിൽ 32-ാം അധ്യായത്തിൻ്റെ 44 കൂടെ വായിച്ചു. അനന്തരം മോശയും നൂന്റെ മകനായ യോശുവയും വന്ന് ഈ പാട്ടിന്റെ വചനങ്ങളൊക്കെയും ജനത്തെ ചൊല്ലിക്കേൾപ്പിച്ചു. അപ്പൊ ഇത് ജനത്തെ കേൾപ്പിക്കണം, ചൊല്ലി കേൾപ്പിക്കണം, പാടി കേൾപ്പിക്കണം. പക്ഷെ നമ്മുടെ ആൾക്കാർ പലരും അത് കേൾപ്പിക്കാൻ സമ്മതിക്കുകയില്ല. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പം എല്ലാ പോസ്റ്റേലും വെച്ചിട്ടുണ്ട്, ചെറിയ ബോക്സ് പോലെ ചെറുത്. അവർ കേൾപ്പിക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്താൽ കേൾപ്പിക്കുകയല്ല, ഇതിനകത്ത് തന്നെ കേൾപ്പിക്കുകയല്ല, ഗ്രൗണ്ടിനകത്ത് തന്നെ മിക്കയിടത്തും കേൾപ്പിക്കുകയല്ല. അതിന് പല കാര്യമുണ്ട്. ഒന്ന്, മൈക്ക് സെറ്റുകാരോട് പറയും എല്ലാം ഒന്നും കൊണ്ടുവരണ്ട, അത്യാവശ്യം 2 ഇവിടെ പറഞ്ഞ നല്ലി പറഞ്ഞത് 2 എണ്ണം മതി. ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും. അതിൽ അങ്ങോട്ടുള്ളത് കേൾക്കുകയും ചെയ്യും, ഇങ്ങോട്ടുള്ളത് കേൾക്കുകയില്ല. അവരുടെയും കുഴപ്പമില്ല. എന്നാൽ മറ്റുള്ളവരെ നിങ്ങൾ ശ്രദ്ധിച്ചേ. എല്ലായിടത്തും ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പം ഒരു 2-3 കിലോമീറ്റർ ദൂരം എല്ലാ പോസ്റ്റേലും വെച്ചിട്ടുണ്ട്. ഇന്നാളെ യോഗം കഴിഞ്ഞ് പോയപ്പം 11:45 അവർ പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് 9 കഴിഞ്ഞാൽ പിന്നെ മിണ്ടരുതെന്നാണ് പറയാം. ആട്ടെ, അപ്പം നിങ്ങൾ പറയാം അവർക്ക് വേറെ പണിയൊന്നുമില്ല എന്ന്. എന്തായാലും കൊള്ളാം, ഇത് കേൾപ്പിക്കണം. പക്ഷെ ഇത് കേൾപ്പിക്കുകയല്ല. അപ്പോൾ പാട്ടിൻ്റെ വചനങ്ങളെന്നാ, ഇതിനകത്ത് വചനം ഉണ്ടായിരിക്കണം. വചനമുള്ള പാട്ടേ പാടാവൂ. അത് കേൾക്കുകയും ചെയ്യണം, കേൾപ്പിക്കുകയും ചെയ്യണം. ഇത് പറഞ്ഞെന്തോ നിങ്ങളുടെ പറ്റിയല്ല, നിങ്ങളത് ചെയ്യണം. എന്നാലും ഇത് എല്ലാം ഇച്ചിരി താത്ത് നിർത്തി, സ്വരവും ട്യൂണും ഒന്നുമില്ലെങ്കിലും അതെന്തുവാന്ന് അറിയണം. ഇനി നമുക്കൊന്നുകൂടെ ഒന്ന് പാടാം. അതിന് ജീവനെ എൻ ജീവനെ നമോ നമോ, ജീവനെ എൻ ജീവനെ നമോ നമോ, പാപികൾക്കമിതാനന്ദപ്രദനാം കൃപാകരാ, നീ വാവാനോ വാഴ്ത്തുനായക, ഞങ്ങളിൽ വാവാനോ വാഴ്ത്തുനായക. മന്നവേന്ദ്ര സാദരം നമോ നമോ, മന്നവേന്ദ്ര സാദരം നമോ നമോ, മനുകുലത്തിന് വലിയ രക്ഷ നൽകിയ ദയാപരാ, മനുകുലത്തിന് വലിയ രക്ഷ നൽകിയ ദയാപരാ, നീ വാവാനോർ വാഴ്ത്തുനായക, ഞങ്ങളിൽ വാവാനോർ വാഴ്ത്തുനായക. ഓ ജീവനെ എൻ ജീവനെ നമോ നമോ, ജീവനെ എൻ ജീവനെ നമോ നമോ, പാപികൾക്കമിതാനന്ദപ്രദനാം കൃപാകരാ, പാപികൾക്കമിതാനന്ദപ്രദനാം കൃപാകരാ, വാവാനോർ വാഴ്ത്തുനായക, ഞങ്ങളിൽ വാവാനോർ വാഴ്ത്തു
വാഴ്ത്തും നായക, ഞങ്ങളിൽ വാഴോർ വാഴ്ത്തും നായക. കരമുയർത്തി ദൈവത്തിന് മഹത്വം കരയല്ല. എല്ലാ കർത്തൃദാസന്മാരെയും ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി വന്ദനവും നന്ദിയും ചൊല്ലുന്നു. അപ്പോൾ വേദപുസ്തകത്തിലെ 65-ാമത്തെ പുസ്തകമാണ് യൂദയുടെ ലേഖനം. ഞാൻ എപ്പോഴും പറയും 21 ലേഖനം, അതിലെ 14 ലേഖനം പൗലോസ് എഴുതി, 7 സഭയ്ക്ക് 9 ലേഖനം പൗലോസ് എഴുതി. ഇഷ്ടമുള്ള ലേഖനം യൂദയുടെ 1 ലേഖനം, പത്രോസിന്റെ 2 ലേഖനം, യോഹന്നാന്റെ 3 ലേഖനം, യാക്കോബിന്റെ 1 ലേഖനം. ഇന്ന് രാത്രി യൂദയുടെ ലേഖനം 3-ാം വാക്യമാണ് വായിച്ചത്. വളരെ പരിചിതമായ വാക്യമാണ്. അതിലെ 3-ാം വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കാം. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് വരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. അപ്പൊ ശ്രദ്ധിക്കുക, ഞാൻ സാധാരണ പറയാറുണ്ട്, നിങ്ങൾക്കും അറിയാം, ഒരു ചെറിയ ലേഖനമാണ് യൂദയുടെ ലേഖനം. ഞാൻ തുടക്കത്തിലെ ഓർപ്പിച്ചുള്ള എല്ലാ ലേഖനത്തിലും എല്ലാ പുസ്തകത്തിലും ഒളിഞ്ഞും തെളിഞ്ഞും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും പരിലസിക്കുന്ന ഒരേ ഒരു വ്യക്തി പ്രഭാവമാണ്, അത് നസറയനാകുന്ന യേശു ക്രിസ്തു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ സ്വർഗ മഹിമകൾ വെടിഞ്ഞ് ഇഹലോകത്തിൽ ഇറങ്ങി വന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. യേശു ക്രിസ്തു മാത്രമാണ് രക്ഷിതാവ്. അപ്പോൾ ഈ ലേഖനം ഒരു ചെറിയ ലേഖനമാണ്. നിങ്ങൾക്കറിയാം, ഒരു വേദ പഠിതാവ് ഈ ലേഖനത്തെ പറ്റി ഒരു പ്രയോഗം കൊടുത്തിരിക്കുന്നത്, ഈ യൂദയുടെ ലേഖനം പോസ്റ്റ് കാർഡാണ്. പോസ്റ്റ് കാർഡ്, ഇല്ലൻ്റെ അല്ല, പോസ്റ്റ് കാർഡ്. പോസ്റ്റ് കാർഡ് ഒത്തിരി ഇല്ലല്ലോ. ഇല്ലൻഡിലെ ഒത്തിരി എഴുതും, 1, 2 മറുപേജ്, 3 പേജ്, 3 ഭാഗം, അതെല്ലാം എഴുതി. പണ്ടൊക്കെ ഇല്ലൻ്റെ ആണല്ലോ, ഗൾഫിലോട്ടും അമേരിക്കയിലും ഒക്കെ അങ്ങനെ എഴുതുന്നത്. എഴുതി തീർന്നു കഴിഞ്ഞാലും ഒട്ടിച്ചു കഴിഞ്ഞ് പിന്നെ ഓർക്കുകയോ ഇന്ന കാര്യം എഴുതിയില്ല, സൈഡിൽ പിന്നെ ഒരിക്കൽ ഒരു വേണ്ടപ്പെട്ട ഒരാൾ എഴുതി, എല്ലാം എഴുതി തീർന്ന് അത് ഒട്ടിച്ചും പോയി. പിന്നെ അത് ഇങ്ങനെ പൊക്കി വെച്ച് ഇടയിൽ എഴുതി വെച്ചേക്കുന്നു ഉണ്ടല്ലോ. ആ സൈഡിലൊക്കെ എഴുതും. ഇല്ലൻഡിലെ ഒത്തിരി എഴുതാം, പക്ഷേ പോസ്റ്റ് കാർഡ് ഒത്തിരി എഴുതാത്തില്ല, കുറച്ചേ ഉള്ളൂ. പക്ഷെ വളരെ പ്രയോജനമാണ്. മോനെ, നീ അവിടെ അവിടെ ഇരുന്ന് എവിടെ പോവാ? നീ ഇവരെല്ലാവരും ഇവിടെ ഇരിക്കുകയല്ലോ, നീയോ അവിടെ ഇരിക്കേ. നിനക്ക് എന്തെങ്കിലും അത്യാവശ്യ കേസിന് പോവാന്നോ? എന്നാ പോട്ട് പെട്ടെന്ന് പോവാ. അല്ല, അവൻ അവിടെ ഇരുന്ന് സാധിച്ചെങ്കിൽ പിന്നെ അല്ല, പിള്ളേരങ്ങനെ തന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? അപ്പോൾ ഇത് ഈ യൂദയുടെ ലേഖനം ഒരു പോസ്റ്റ് കാർഡാണ്, ഇല്ലൻ്റെ അല്ല. അതിന്റെ കാരണം കൊരിന്തി ലേഖനവും റോമാലേഖനവും ഒക്കെ, കൊരിന്തി ലേഖനം 1-ാം ലേഖനം 16 അധ്യായമാണ്. പക്ഷെ യൂദയുടെ ലേഖനം പോസ്റ്റ് കാർഡാ, കുറച്ച് വാക്യമുള്ളു. എത്ര വാക്യമുണ്ട് മനുപാസ്റ്റ? 25 അല്ലേ? എടുക്ക 25 വാക്യം, 25 വാക്യമുള്ളൂ. അതാ പോസ്റ്റ് കാർഡാന്ന് പറഞ്ഞു. പക്ഷെ 25 വാക്യമേ ഉള്ളൂ എങ്കിലും ഞാൻ എപ്പോഴും പറയും, സകല വിഷയങ്ങളും ഈ ലേഖനത്തിലുണ്ട്. ആ ഭാഗത്തേക്ക് വരുന്നതിന് മുന്നേ ഈ ലേഖനം ആരാ എഴുതിയത്? യൂദയുടെ ലേഖനം മോൻസിപ്പാസ്റ്റർ ആരാ എഴുതിയത്? യൂദയുടെ ലേഖനം ആരാ എഴുതിയത്? മോൻസിപ്പാസ്റ്ററല്ലേ ആദ്യം വായിച്ച? പാസ്റ്റോട് തന്നെ യൂദായ ഇവരീസ് പാസ്റ്റർ നോക്കിയിരിക്കുന്നു. യൂദായ എഴുതിയ. അപ്പോൾ യൂദയുടെ ഈ ലേഖനം യൂദാ എഴുതിയല്ല. ഏത് യൂദ? ഒന്നാം വാക്യം വായിച്ചേ, മൈക്കിൽ കൂടെ വായിച്ചോ.
യേശുക്രിസ്തുവിന്റെ ദാസനും ആ യാക്കോബിന്റെ സഹോദരനുമായ യൂദ. അപ്പൊ ഈ യൂദ ഏതാ? തമ്പിച്ചായൻ പറഞ്ഞു ഇസ്കറിയോത്തല്ലെന്ന്. യേശുക്രിസ്തുവിന്റെ സഹോദരൻ അങ്ങനെ യേശുക്രിസ്തുവിന്റെ അവിടെ യേശുക്രിസ്തുവിന്റെ ദാസൻ എന്നാ എഴുതിയേക്കുന്നത്. ഒന്നുകൂടെ വായിച്ചു ക്ലിയർ ആക്കാൻ. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ. അതിന് യാക്കോബിന്റെ സഹോദരൻ യൂദ എന്ന് കൊടുത്തേക്കുന്നേ. യാക്കോബിന്റെ സഹോദരൻ യൂദ. അതിന്റെ കാരണം ഈ വേദപുസ്തകത്തിൽ പല യൂദായുണ്ട്. നമ്മുടെ സഭകളിലും ഉണ്ട് പല യൂദ. പറയുമൊന്നും വേണ്ട, കയ്യും പൊക്കണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട. നോക്കുമ്പോ എനിക്ക് ഡൗട്ട് അടിക്കും. ഇപ്പൊ ഇരിക്കുന്നത് പോലെ ഇരുന്നാ മതി. പാസ്റ്റർ അവന്റെ കാര്യമാണ് പറഞ്ഞത്. അതൊക്കെ അവനും അറിയാം, എനിക്കും അറിയാം, അടുത്ത് അറിയാവുന്നവർക്കും അറിയാം. അപ്പൊ പല യൂദായുണ്ട് ഈ വേദപുസ്തകത്തിൽ. ഇവിടെ ഇത് ക്ലിയർ ആക്കണം. കാരണം യാക്കോബിന്റെ സഹോദരനായ യൂദ, അത് പറയാൻ കാര്യം വേദപുസ്തകം പഠിക്കുമ്പോൾ പുതിയ നിയമത്തിൽ യാക്കോബിന്റെ മകനായ യൂദ എന്നൊരു വാക്യമുണ്ട്. യാക്കോബിന്റെ മകനായ യൂദ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ക്ലിയർ ആക്കിയത് യാക്കോബിന്റെ സഹോദരൻ യൂദ. കർത്താവ് തന്റെ ശിഷ്യവൃന്ദങ്ങളോട് പറഞ്ഞു, സ്വർഗാരോഹണത്തിന് മുമ്പ് അവരെ കൂട്ടിക്കൊണ്ട് ബെഥാന്യോളം ചെന്ന് അന്ത്യകൽപ്പന കൊടുത്തു. അറിയാമല്ലോ, മത്തായി 28, മർക്കോസ് 16, ലൂക്കോസ് 24, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 5 മുതൽ താഴോട്ടൊക്കെ പഠിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം അങ്ങനെ നമ്മൾ പഠിക്കുന്നുണ്ട്. അന്ത്യകൽപ്പന കൊടുത്തു. അപ്പോൾ അന്ത്യകൽപ്പന കൊടുത്തേച്ച് പറഞ്ഞു, നിങ്ങൾ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി നിങ്ങളുടെ കാത്തിരിക്കണം, യെരൂശലേം വിട്ടൊന്നും പോകരുത്. ഞാൻ പറയാനുണ്ട്, അങ്ങനെ പോകരുത് എന്ന് പറഞ്ഞു. പക്ഷെ കാത്തിരിക്കാൻ എത്ര പേരുണ്ടായിരുന്നു? 120. യേശു പ്രത്യക്ഷപ്പെട്ടതിനെ പറ്റി പറഞ്ഞ 500-ലധികം പേർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായെന്ന. 500-ലധികം പേർക്ക് പ്രത്യക്ഷത ഉണ്ടെങ്കിലും പക്ഷെ കാത്തിരിക്കാൻ അങ്ങനെ സെന്ററിന്റെ കമ്മിറ്റിക്ക് എല്ലാവരും വരും, പക്ഷെ കാത്തിരിപ്പിന് എല്ലാവരും വരികയല്ല. കമ്മിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ നടക്കാൻ മേലാത്ത വല്യപ്പനും മടിയും കുത്തി വരും. ഇവിടുത്തെ കാര്യമല്ല, അല്ല എല്ലായിടത്തും കാര്യം അങ്ങനെ. ഇവിടുത്തെ ഇപ്പം മിക്കടത്തും അങ്ങനെ. കമ്മിറ്റി ഉണ്ട്, പൊതുയോഗം ഉണ്ടെന്നൊക്കെ പറഞ്ഞ ആള് തെരഞ്ഞെടുപ്പുണ്ട്, അത് പറഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ട. ചാകുന്നതിന് മുന്നേ ഒരു പോസ്റ്റ് കിട്ടിയാൽ എന്നെ കഴിക്കുവോ? ഒട്ടുമിക്ക ആൾക്കാരും വരും. അപ്പം പക്ഷെ കാത്തിരിപ്പിന് എല്ലാവരും കാണുകയല്ല. അല്ല, പണ്ട് ഉണ്ണിച്ചായൻ പറഞ്ഞ കാര്യം കടമെടുത്ത് പറയുക, കമ്മിറ്റി കാത്തിരിപ്പിനും വരികയില്ല, കാത്തിരിപ്പ് കമ്മിറ്റിക്കും വരികയില്ലെന്ന് ഞാൻ പറഞ്ഞതല്ല. കർത്താവിൽ നിന്ന് പ്രാപിച്ച KM ജോസഫ് അവറുകൾ പറഞ്ഞതാ. എൻ്റെ ഒങ്ങായിക്ക് പിടിക്കരുത്. അപ്പൊ 500-ലധികം പേർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി, പക്ഷെ കാത്തിരിക്കാൻ 120 പേരേ ഉള്ളൂ. എല്ലായിടത്തും ഇതൊക്കെ തന്നെ. ഫോട്ടോ എടുക്കാനും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഞാൻ സഹിതം പേരും പ്രശസ്തിയും നോട്ടീസിലും ഒക്കെ വരാൻ, വലിയ അക്ഷരത്തിലും ചെറിയ അക്ഷരത്തിലും കൂടെയൊക്കെ വരാൻ ആൾക്കാർക്ക് താല്പര്യമൊക്കെയാ. പക്ഷേ ദൈവസന്നിധിയിൽ കാത്തിരിക്കാൻ ചുരുക്കം പേരേ ഉള്ളൂ. പക്ഷെ അവരെ കൊണ്ടാ ദൈവം ചിലത് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ 120 പേര് കൂടുന്ന സംഘം. അങ്ങനെ കൂടിയിരുന്ന ആ കൂട്ടത്തിൽ യാക്കോബിന്റെ മകനായ യൂദ എന്നൊരു പദമുണ്ട്. 13-ാം വാക്യം വായിച്ചോ മോനിസി പാസ്റ്റർ, 1-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറി പത്രോസ്, യോഹന്നാൻ, പിന്നെ യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തുലമായി, മത്തായി, അൽഫായിയുടെ മകനായ യാക്കോബ്, യാക്കോബും യാക്കോബിൻ പ്രാതാവാകും. അത് വേറൊരു ചൊല്ല. ഇവിടെ അൽഫായിയുടെ മകനായ യാക്കോബ്, പിന്നെ എരിവുകാരനായ ശിമോൻ, പിന്നെ യാക്കോബിന്റെ മകനായ യൂദ. അതാ അപ്പറെ ക്ലിയർ ആക്കിയത്. ഇവിടെ വായിക്കുന്നത് യാക്കോബിന്റെ മകനായ
യൂദ. അതുകൊണ്ടാണ് ഈ യൂദ ലേഖനം എഴുതിയപ്പോൾ എഴുതി യാക്കോബിന്റെ സഹോദരനാ. അതിനാ ചിലക്ക് അപ്പനെയും മോനെയും കണ്ടാ അറിയാൻ മേല. അങ്ങനെയുള്ള അപ്പനേതാ അമ്മയാണ്. അപ്പനെ കയറി അളിയാന്ന് വിളിക്കുന്ന പിള്ളേരുണ്ട്. ഇപ്പോഴത്തെ പിള്ളേർ ചിലരങ്ങനെ. അപ്പന്മാരും കേൾക്കും എന്തുകൊണ്ട് അളിയാ തിരിച്ച്. അപ്പനേതാ, അളിയനേതാ, അമ്മയേതാ, ചേട്ടത്തി ഏതാ, ചേട്ടത്തി അമ്മയേതാ, മൂത്ത സ്ത്രീകളോട് എങ്ങനെ ഇടപെടണം, ഇളയ സ്ത്രീകളോട് എങ്ങനെ ഇടപെടണം, പ്രായമുള്ളവരോട് എങ്ങനെ ഇടപെടണം, പിതാക്കന്മാരോട് എങ്ങനെ ഇടപെടണം, സഭയിൽ സീനിയറായ കർത്തൃദാസന്മാരോട് എങ്ങനെ ഇടപെടണം, ഇതൊന്നും അറിയത്തില്ല ചിലർക്ക്. എൻ്റെ അമ്മ കൂടെ പറയുമായിരുന്നു. അമ്മ മരിച്ചു പോയെങ്കിലും അമ്മ പറഞ്ഞ ചില കാര്യമൊക്കെ നല്ല കണക്കിനുള്ള കാര്യമാണ്. അപ്പം അമ്മ, നിങ്ങളുടെ അമ്മയും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, എടാ തെങ്ങിനും കമങ്ങിനും ഒരു തളാപ്പുമായിട്ട് നടക്കരുതെന്ന്. ഞാനത് എപ്പോഴും ഓർക്കും. തെങ്ങൽപ്പം കൂടെ വണ്ണമുള്ളതാണ്, കമങ്ങിന് അത്രയും വണ്ണമില്ല. തെങ്ങ കയറുന്ന തളാപ്പുമായിട്ട് കമുക കയറി അവസാനം താഴോട്ട് വരുമ്പോൾ നെഞ്ചു വരെയും. വളരെ സൂക്ഷിച്ചു വേണം ഓരോരുത്തരോട് ഇടപെടാൻ. വിഷയം വേറെയാണെങ്കിലും പദം നല്ലതാ. ഓരോരുത്തരും താൻ്റെ നിരയിലത്രയും. അപ്പൊ ചെറുക്ക് അപ്പനേതാ, അമ്മയേതാ, ചേട്ടനേതാ ഒന്നും അറിയത്തില്ല. സഭയിൽ പ്രായമുള്ള പിതാക്കന്മാർ കാണും, പ്രായമുള്ള അമ്മമാര് കാണും. അവരോട് ആ രീതിയിൽ ഇടപെടണം, ബഹുമാനിക്കണം. ഞാൻ ഞങ്ങളുടെ സഭയിലൊക്കെ പറയും, പ്രായമുള്ള ഒരാൾ ഭക്ഷണം കഴിക്കാൻ വന്നാൽ അവരോട് പറയണം, അപ്പച്ചൻ അവിടെ ഇരിക്കുക, അല്ലെ അമ്മച്ചി അവിടെ ഇരിക്കുക, എടുത്തുകൊണ്ട് തരാം. ഇത് അവരെ തട്ടിയിട്ടാച്ചാ നമ്മൾ പോയിരുന്ന് കഴിക്കുന്നത്. നമുക്ക് സമയമില്ലല്ലോ. എന്നെ എല്ലാവരും ഇങ്ങനെ പമ്മിയിരിക്കുന്നേ. അവിടെ ഇരിക്കും, കൊണ്ടുതരാം. എന്തുവാ വേണ്ടത്? കൊണ്ടുതരാം. ശുശ്രൂഷിക്കാം. അതാ ശുശ്രൂഷ എന്ന് എല്ലാവരും നോക്കുന്നത് സ്റ്റേജിൽ കയറി പ്രസംഗിക്കുന്നത് മാത്രമാണോ? ശുശ്രൂഷയാ, പക്ഷേ അതിലും വലിയ ശുശ്രൂഷയാണ്. അവരുടെ ഹൃദയം ഒന്ന് തണുക്കും, അത് നിനക്ക് ഗുണമാവും. മനസ്സിലായോ? അത് ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ, പ്രായമുള്ളവരെയൊന്നും ബഹുമാനിക്കാത്ത കാലമാണ്. തന്നെയിൽ ഇപ്പൊ സഭകളിലാണെങ്കിലും പ്രായമുള്ള ദൈവദാസന്മാരെ പോലും ഇപ്പോഴത്തെ ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി ചെറുപ്പക്കാർക്കൊന്നും ഇഷ്ടം. നമ്മൾ ചോദിക്കുക ഏതാ പറ്റ, ഏതാന്ന് ആട്ടെ, നരച്ച തല ശോഭയുള്ള, ഇപ്പൊ പിന്നെ അതും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നടക്കുന്നുണ്ട്. നരച്ച തല, അത് ഗിരിയുടെ വേറെ, പിന്നെ ഒന്നും പിടുത്തവും കിട്ടുന്നില്ല. ആട്ടെ, ഉള്ളതാട്ടെ, ദൈവത്തിന് മഹത്വം. അപ്പം അപ്പനേതാ മോനേതാന്ന് ചിലർക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഇവിടെ ക്ലിയർ ആക്കി, യാക്കോബിന്റെ മകനാക യൂദ എന്ന് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 13 കൊടുത്തിരിക്കുന്നത് കൊണ്ട് യൂദാ ലേഖനം എഴുതിയപ്പോൾ ക്ലിയർ ആക്കി, യാക്കോബിന്റെ സഹോദരനായ യൂദ. ക്ലിയർ ആക്കണം. ഉപദേശിമാരോടൊക്കെ ഞാൻ പറയും, പ്രാർത്ഥനയ്ക്ക് ആൾക്കാരുടെ പേര് പറയുമ്പോൾ ക്ലിയർ ആയിട്ട് പറയണം. ഈയിടെ ഞാൻ പറഞ്ഞു, ഇന്നയാൾ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു, വേറൊരു അമ്മ കയറി അങ്ങ് പ്രാർത്ഥിച്ചു. ഉറങ്ങുകയായിരുന്നോ, ശ്രദ്ധിക്കാഴിയാന്നോ? പിന്നെ പ്രാർത്ഥന ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പത്തിന് നെയ്യ് കൂടുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ. ശ്രദ്ധിക്കുന്നില്ല ചിലര്. അപ്പൊ അത് ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. ഈ യൂദ യാക്കോബിന്റെ സഹോദരനായ യൂദ. അപ്പൊ യേശുക്രിസ്തുവിന്റെ അർത്ഥ സഹോദരൻ എന്ന് പറഞ്ഞാൽ അമ്മ വന്ന ജനനം 2 വിധത്തിലാണ്. ക്രിസ്തുവേശുവിന്റെ തിരുപ്പറവയെ പറ്റി മത്തായി സുവിശേഷത്തിൽ വായിക്കുന്നത്, എല്ലാവരെയും ജനിപ്പിച്ചെന്ന് പറഞ്ഞു വരുമ്പോൾ അവൻ തിരുജനനത്തെ പറ്റി പറയുന്നത് അവിടുന്ന് ജനിച്ചു എന്ന. ആരും ജനിപ്പിച്ചതല്ല, വചനം ജഡമായി തീർന്നവന. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിനെ പ്രസവിച്ച അനന്തരം അമ്മ വീണ്ടും പ്രസവിച്ചു. അതുകൊണ്ട് വചനം പഠിക്കുന്ന, വചനം വിശ്വസിക്കുന്ന, വചനത്തിൽ അടിസ്ഥാനപ്പെടുന്നവര് മറിയം എന്ന് പറയുന്ന മാന്യ മഹതിയെ നിത്യകന്യകയായി അംഗീകരിക്കാത്ത, അമ്മയോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, നല്ല അമ്മയാ, വിവരമുള്ള അമ്മയാ, അന്തസ്സുള്ള അമ്മയാ, നല്ല അമ്മയാ, മാന്യ അമ്മയാ, ഭാഗ്യവതി എന്നെല്ലാവരും വാഴ്ത്തും. അതൊക്കെ നല്ല കാര്യമാണ്, ദൈവത്തിന് സ്തോത്രം. പക്ഷേ നിത്യകന്യകയല്ല. കാരണം നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തുവിനെ പ്രസവിച്ച അനന്തരം വീണ്ടും മക്കളെ അമ്മ പ്രസവിച്ചു. അതുകൊണ്ടൊരു പദവും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ആദ്യജാതനെ. അപ്പൊ അതിന്റെ അർത്ഥം തന്നെ വേറെ ജാതന്മാർ പിന്നെയും ഉണ്ടായെന്ന് അത് സാമാന്യമായിട്ട് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകും.
തന്നെയല്ല, ക്രിസ്തുവേശുവിന് അർത്ഥ സഹോദരന്മാരുണ്ടായിരുന്നല്ലോ. മർക്കോസ് 6:3 അറിവുള്ള വാക്യമ എങ്കിലും ഒന്ന് വായിച്ചു. മർക്കോസ് 6:3 നമുക്ക് അറിവുള്ള വാക്യമ എങ്കിലും ഒന്ന് വായിച്ചു പെട്ടെന്ന്. ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ശിമോൻ എന്നവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? ഇവന്റെ സഹോദരികളും ഇവിടെ നമ്മോട് കൂടെ ഇല്ലയോ എന്ന് യേശുക്രിസ്തുവിനെ കൊച്ചാക്കാനും കൂടെ ഒക്കെ ആ ചില പ്രയോഗങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. തച്ചന്റെ മകൻ, യോസേപ്പിന്റെ മകൻ എന്നങ്ങ് പറഞ്ഞാൽ മതി, എന്നാലും തൊഴിലും കൂടെ ചേർത്ത്. ഇന്നാളെ ഒരാളെ പറ്റി പറഞ്ഞു, പുള്ളി ഏതാന്ന് ചോദിച്ചു, പറഞ്ഞു മീൻ പിടിക്കാൻ പോയ കുട്ടന്റെ മോനാണ്. അറിയണം, അതിനാ പറഞ്ഞ മീൻ പിടിക്കുന്ന കുട്ടന്റെ മോനാണ്. മിണ്ടുന്നില്ലല്ലോ ആരും. അങ്ങനെ എൻ്റെ ഭാഷയാ, സൂക്കേടുള്ളവരുണ്ട്. പണ്ട് ഒരു ഓർഡിനേഷൻ ശുശ്രൂഷയിൽ എവിടാണെന്നൊന്നും ചോദിക്കരുത്, ഞാനും ഉണ്ട്. ഞങ്ങൾ സദസ്സിലിരിക്കുക. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ആള് ഓർഡിനേഷന്, ഇപ്പോൾ ഓർഡിനേഷൻ ലഭിക്കുന്ന ദൈവദാസന്മാരുടെ ശിരസി കൈവച്ച് പേര് പറയുന്ന കർത്തൃദാസന്മാർ മുമ്പോട്ട് വന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുമൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ പേര് പറഞ്ഞ കൂട്ടത്തിൽ ഒരാളുടെ പേര് പറയുക. മുൻപ് പ്രസ്പെറ്ററിയിൽ ഉണ്ടായിരുന്നയാളും ഇപ്പോൾ പ്രസ്പെറ്ററി അല്ലാത്തയാളും കൂടെ മുമ്പോട്ട് അത്രയും പറയേണ്ട കാര്യമുണ്ടോ? അപ്പൊ അറിയാത്തവരോട് അറിയിച്ചു, പണ്ട് പുള്ളി മുൻപ് പ്രസ്പെറ്ററിയിൽ ഉണ്ടായിരുന്നു, ഇപ്പം നിങ്ങൾ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നേ. ക്ലിയറാക്കുക. ചിലത് ക്ലിയറാക്കുന്ന മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അപ്പം അദ്ദേഹം എന്നെ നോക്കി വെച്ച് പറഞ്ഞു, എന്നാ ചെയ്യാനെന്ന് വയ്യാവേലിയുടെ കാര്യം. അങ്ങനെ അത് പിന്നെ പറഞ്ഞത് വയ്യാവേലി, അന്നേരം പറഞ്ഞില്ല. പിന്നെ ആളൂടെ മുമ്പോട്ട് വന്ന് പ്രാർത്ഥിക്കും. ആ സദസ്സിൽ ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞാൽ മതി. അപ്പം വേറൊരു അടക്കത്തിന് അമ്പിച്ചാനറിയാൻ, ഞാൻ പേര് പറയുന്നില്ല, അടക്കത്തിന് പറഞ്ഞു. അപ്പം അവിടുത്തെ സെൻട്രൽ പാസ്റ്ററിയെ വിളിച്ച് അടക്കേണ്ടത്. പക്ഷേ വീട്ടുകാർക്ക് താല്പര്യമില്ലായിരുന്നു, വിളിച്ചില്ല. വേറൊരാളെ വിളിച്ചു. അപ്പോൾ സെൻട്രൽ പാസ്റ്റർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഉടനെ അദ്ദേഹം പറഞ്ഞു, കർത്താവ്, ഞാൻ പേരൊക്കെ വ്യത്യാസപ്പെടുത്തിയാ പറയുന്നത്, അതൊന്നും അല്ല പേര്, സ്ഥലവും അതല്ല. പുള്ളി പറഞ്ഞു, കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ, പ്രാർത്ഥിക്കാൻ കൊടുത്തപ്പോൾ പ്രാർത്ഥിച്ചാൽ പോരെ. ഉടനെ പ്രാർത്ഥനയ്ക്ക് അകത്തൂടെ, കർത്താവെ, ഒരു പേര് ഞാൻ പറയാം, വാത്സല്യ ജോയിക്കുട്ടിയെ ഞാൻ ആയിരുന്നല്ലോ അടക്കേണ്ടത്, എന്തുകൊണ്ടോ എന്നെ അതിന് വിളിച്ചില്ല, ഇന്നയാളെ വിളിച്ചു, എന്താണെന്ന് ഞാൻ. അപ്പം നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു ഇതാ ഇതിൻ്റെ ഗുരുക്കെന്ന്. ആരാന്ന് പേര് പറയണ്ട, വേണ്ടല്ലോ, അറിയാമെന്ന് തോന്നില്ല. എന്നാ വേണ്ട, മിണ്ടണ്ട. അങ്ങനെയുള്ള ധാരാളം ആൾക്കാരുണ്ട്. അപ്പൊ ഇത് ക്ലിയറാക്കുക. അപ്പൊ യേശുക്രിസ്തുവിന്റെ അർത്ഥ സഹോദരനാകുന്ന യൂദ, ദൈവത്തിന്റെ മഹത്വം. ജനനം 2 വിധത്തിലാ. ദൈവം, നമ്മുടെ കർത്താവ് കന്യാസൂനുമായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ചു, വചനം ജഡമായി തീർന്നവനാ. കന്യകാസുതനായി ധരയിൽ വന്നുദിച്ച ധന്യമിമാനുവൽ ഇവൻ താനേ. കന്യകാസുതനായി ധരയിൽ വന്നുദിച്ച ധന്യമിമാനുവൽ ഇവൻ താനേ. ഇവനെ ക്രിസ്തേശുരക്ഷകൻ ഇവൻ താനേ. ഇവനെ ക്രിസ്തേശുരക്ഷകൻ ഇവൻ താനേ. ശത്രുഗണം ക്രൂശിപ്പാൻ കൊണ്ടു തോന്നും ഇവൻ താനേ. ഇവനെ ശത്രുഗണം ക്രൂശിപ്പാൻ കൊണ്ടു തോന്നും ഇവൻ താനേ. ഓ അതിൽ പറുദീസിൽ നാഥൻ വാക്കു ചൊന്ന നാരികിൻ സന്തതി ഇവൻ താനേ. അതിൽ പറുദീസിൽ നാഥൻ വാക്കു ചൊന്ന നാരികിൻ സന്തതി ഇവൻ താനേ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്ക. അപ്പോൾ യേശുക്രിസ്തുവിനെ പ്രസവിച്ച അനന്തരം അമ്മയ്ക്ക് വീണ്ടും മക്കളുണ്ട്. അതുകൊണ്ട് അവൾ ഇവൻ മറിയയുടെ മകനും, അങ്ങനല്ലേ, മറിയയുടെ മകനും.
യാക്കോബ്, യോസെ, യൂദ, ശിമോൻ എന്നവരുടെ സഹോദരനുമായ തച്ചനല്ലയോ അങ്ങനെ ചില പ്രയോഗങ്ങളുണ്ട്. ദൈവത്തിന് മഹത്വം. അറിയാത്തവരെയും കൂടെ ഒന്ന് അറിയിക്കണം. അങ്ങനെയൊക്കെ അസുഖമുള്ള ആൾക്കാരുണ്ട്. അറിയാത്തവർക്ക് കൂടെ ഒന്നുകൂടെ ഞാൻ രണ്ട് ഉദാഹരണം പറഞ്ഞല്ലോ. വേറെ ഉണ്ട് എൻ്റെ കയ്യിൽ, ഇപ്പം സമയമായതുകൊണ്ട് എല്ലാം പറയുന്നില്ല. 2 മതിയല്ലോ, അത് തന്നെ ധാരാളം. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ യേശുക്രിസ്തുവിന്റെ അർദ്ധസഹോദരനാകുന്ന യൂദ, ദൈവത്തിന് മഹത്വം. ഇനി ഈ യൂദായെ പറ്റി നമ്മൾ ഒരു വാക്ക് പഠിച്ചാൽ, യാക്കോബ്, യോസെ, യൂദ, ശിമോൻ കർത്താവിന്റെ അർദ്ധസഹോദരന്മാരാ. ഇവരാരും യേശു ശുശ്രൂഷകൾ ചെയ്ത സമയത്ത് യേശുവിൽ ശരിക്കും വിശ്വസിച്ചില്ലായിരുന്നു. വലിയ ന്യായമായ കാര്യം, ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. എൻ്റെ ഭാഷ പറഞ്ഞ ഒരു പാത്രത്തിലുണ്ട്, ഒരു പായി കിടന്നും ഒന്നിച്ച് കളിച്ചും ചിരിച്ചും സംസാരിച്ചും സഹവസിച്ചുമൊക്കെ ജീവിക്കുക. അതുകൊണ്ട് വലിയ വിശ്വാസമൊന്നുമില്ല. ഈ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ, കൊല്ലൻ്റെ ആലയെ കിടക്കുന്ന പട്ടിക്ക് തീപ്പരി കണ്ട ആദ്യമായിട്ട് കാണുന്ന പട്ടി പേടിക്കും, കുരയ്ക്ക് ഉടനെ കണ്ട് മാറും. നമ്മൾ പിന്നെ ഒത്തിരി നാളായതുകൊണ്ട് ഇതൊന്നും വലിയ, എത്രയോ തീപ്പരി കൊണ്ടുവച്ചിരിക്കുന്നവരാ. അപ്പൊ അതുകൊണ്ട് ആദ്യ കാലത്തില് യേശുവിലൊന്നും ഇവർക്ക് വലിയ വിശ്വാസമില്ല. ഒരു വാക്യം തെളിവിന് വായിച്ചു, 7:3 യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 3 മുതൽ താഴോട്ട് വായിച്ചു. അവിടെ ഒരു വാക്യമുണ്ട്, പെട്ടെന്ന് വായിച്ചു. അവന്റെ സഹോദരന്മാർ അവനോട്, നീ ചെയ്യുന്ന പ്രവർത്തികളെ നിന്റെ ശിഷ്യന്മാരും കാണേണ്ടതിന് ഇവിടം വിട്ട് യഹൂദയിലേക്ക് പോകാം. താഴോട്ട് ഓടിച്ചു. പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നവനാരും രഹസ്യത്തിലൊന്നും ചെയ്യുന്നില്ലല്ലോ. അടുത്ത വാക്യം, നീ ഇത് ചെയ്യുന്നുവെങ്കിൽ ലോകത്തിനു നിന്നെ തന്നെ വെളിപ്പെടുത്തുക. 5-6 വാക്യം വായിച്ചു. 5-6. അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. ഒരു വീട്ടിലായതുകൊണ്ടാണ്. അതെ, ഒരു വായി കിടക്കുക, ഒരു പാത്രത്തിൽ ഭക്ഷിക്കുക, ഒന്നിച്ചല്ലേ. 12-ാമത്തെ വയസ്സിൽ വലിയ പള്ളിയിൽ പോയി പിന്നെ തിരിച്ചു വന്ന അമ്മയപ്പന്മാർക്ക് കീഴടങ്ങിയിരുന്ന, കാശ്മീരിലും വന്നില്ല, കന്യാകുമാരിലും വന്നില്ല. വന്നെന്നൊക്കെ ചില വെടലുകൾ പറയുന്നു. യേശു ഇങ്ങോട്ടൊന്നും വന്നില്ല. യേശു എന്തിനാ കാശ്മീരിൽ വരുന്നത്? പണ്ട് ഞങ്ങളുടെ ഒരു കൊച്ചമ്മ മരിച്ചു കിടക്കുക. അപ്പം മരിച്ചപ്പം മോളും മരുമകളും എല്ലാവരും ഇരുന്ന് കരയുക. അപ്പം സ്വന്തം മകൾ കരയുന്നില്ല, മരുമകൾ കരയുന്നുണ്ട്, പിന്നെ വേറെ ആൾക്കാരുന്നു. അപ്പം ഞങ്ങളുടെ ഒരു കൊച്ചമ്മ ചോദിച്ചു, പേര് ചോദിച്ചു, വേണ്ടമേ നിനക്ക് കരച്ചിലൊന്നും വരുന്നില്ല, സ്വന്തം അപ്പം മരിച്ചു കിടക്കുക. അപ്പം മോള് കരയുന്നില്ല. അപ്പം ഞങ്ങളുടെ ചോദിച്ചു, നിനക്ക് കരച്ചിലൊന്നും വരില്ല. ഉടനെ അവർ പറഞ്ഞു, ഞാനെന്തിന് കരയുന്നു, മേരി കരയട്ടെന്ന്. അതിന് കാരണമുണ്ട്, മേരി ഈ കിടക്കുന്ന അപ്പൻ്റെ മരുമകളാണ്. അപ്പം ഈ തന്ത എവിടെയെങ്കിലും പോയി 10 രൂപ കിട്ടുകയോ, ഒരു ഇച്ചിരി പഴം കിട്ടുകയോ, എന്ത് കിട്ടിയാലും, ഒരു ചേനയോ ചേമ്പോ ആരെല്ലോ കൊടുക്കുക. അന്നത്തെ കാലമൊക്കെ അങ്ങനല്ലേ. ഇച്ചിരി മീൻ കിട്ടുകയോ, അരി കിട്ടുമോ, എന്ത് കിട്ടിയാലും, അല്ലെ ഇപ്പോൾ ജോലി ചെയ്ത് 10 പൈസ കിട്ടിയ അതെല്ലാം ഈ മരുമകളുടെ കയ്യിലാണ് കൊടുക്കുന്നത്. മേരി എന്നാ മരുമകളുടെ പേര്. സ്വന്തം മകള് തൊട്ടിപ്പറ ഒരു വീട് വെച്ച് താമസിക്കുക, അവക്കൊന്നും കൊടുക്കുകയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇയാൾ ചത്തത്. മകളല്ലേ എന്ന് ഓർത്ത് അവരും ഡെഡ് ബോഡിയുടെ അടുത്തിരിക്കുക. അപ്പം ഇങ്ങനെ ഇരിക്കുക. അപ്പം ഞങ്ങളുടെ ഒരു കൊച്ചമ്മ ചോദിച്ചു, നിനക്ക് വേണമേ, നിനക്ക് കരച്ചിലൊന്നും? പിന്നെ അവർ പറയുന്ന, ഞാനെന്തിനു കരുതുന്നു, മേരി കരയട്ടെന്ന്. കാരണം ജീവിച്ച കാലത്തെല്ലാം കൊണ്ട് കൊടുത്തത് മേരി, അവളല്ലേ മേടിച്ച് തിന്നത്, അവൾ കരയട്ടെ, ഞാൻ എന്തിനാ ഇത് കരയുന്നെന്ന്. അവർ കരഞ്ഞുമില്ല കേട്ടോ. അത് വേറൊരു വിഷയം. എന്ന് പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളോടങ്ങ് പറയുക, മനസ്സിലായി കാണും. അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. വിശ്വസിക്കാതിന്റെ കാര്യം ഇതാ. അപ്പോൾ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങിയിരുന്നു, ഒന്നിച്ച് താമസിക്കുക, വിശ്വസിച്ചില്ല. എന്നാൽ ഇടയ്ക്ക് കയറി പറയാം, നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തു തിരുവെടുത്ത് പറഞ്ഞതുപോലെ കഷ്ടാനുഭവങ്ങളിൽ കൂടി കടന്നുപോയി. അവിടുന്ന് തിരുവെടുത്ത് പറഞ്ഞതുപോലെ ജനിച്ചു, തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടെ ജീവിച്ചു, തിരുവെടുത്ത് പറഞ്ഞതുപോലെ ശുശ്രൂഷകൾ ചെയ്തു, തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവൻ പങ്കപ്പാടുകൾ സഹിച്ചു, തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് മരിച്ചു, തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് അടക്കി, തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് ഉയർത്തു. പ്രൈസ് ദി ലോർഡ്.
ഇതെല്ലാം തിരുവെടുത്ത പ്രകാരമാണ്. അങ്ങനെ ഉയർത്ത് കഴിഞ്ഞ കൂട്ടത്തിൽ യേശു ക്രിസ്തു ഇവരുടെ സഹോദരൻ യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ പ്രത്യക്ഷപ്പെട്ടപ്പോ നാടൻ ഭാഷ പറഞ്ഞ കളി മാറി. വിശ്വസിക്കാത്ത സഹോദരന്മാരല്ല അതോടെ വിശ്വസിച്ചു. ജീവിച്ചിരുന്നപ്പോഴൊന്നും വിശ്വസിച്ചില്ല, അംഗീകരിക്കുന്നില്ല. നമ്മുടെ ബ്രദറാ. നമ്മൾ യേശു ഞങ്ങളുടെ അപ്പന്മാർ രണ്ടാ. ഇന്നലെ എൻ്റെ അമ്മ ഞങ്ങളൊരു വയറ്റിൽ നിന്ന് വന്നതാ. പുള്ളി ശുശ്രൂഷ പുള്ളി ഇങ്ങനെ പെന്തിക്കോസില, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെ ഒരു പരുവത്തിന് നിൽക്കുക. നമ്മൾ അങ്ങനെയൊക്കെ ചോദിക്കുമല്ലോ, ചേട്ടൻ പുള്ളി ഇങ്ങനെ പെന്തിക്കോസ്, കുഴപ്പവും ശല്യമൊന്നുമില്ല. അച്ചായനോ എനിക്കിതൊന്നും താല്പര്യം, ഞങ്ങൾ കുടുംബക്കാരാ. അപ്പൊ അതോ ആ കുടുംബത്തിൽ പറക്കാത്തവരാ. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. ഈ ടൈപ്പായിരുന്നു അന്നും. അപ്പൊ ആരംഭ സമയത്ത് യേശുവിൽ വിശ്വസിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. പക്ഷേ മരിച്ച ഉയർത്ത യേശു ക്രിസ്തു ശിഷ്യവൃന്ദങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു. ആദ്യം മറിയയ്ക്കാ പ്രത്യക്ഷപ്പെട്ട. പക്ഷെ അവിടെ ഒരു വിഷയം തെളിയിക്കാൻ ആദ്യം കേബാവിൻ എന്ന 15-ാം അധ്യായത്തിന്റെ 3 എഴുതിയേക്കുന്നത് വായിച്ചോ മുനിസിപ്പാസ്റ്റേ? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 3 മുതൽ വായിച്ചു. ആദ്യം കേബാവിൻ എന്നൊരു വിഷയം തെളിയിക്കാൻ അവിടെ വെളിപ്പെട്ടു. ആദ്യം മറിയയ്ക്കാ പ്രത്യക്ഷപ്പെട്ടത്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. നമ്മുടെ പാപങ്ങളുടെ പരിഹാരം വരുത്തുവാൻ വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ച്, തിരുവെഴുത്തിലും പ്രകാരം 3-ാം നാൾ മരിച്ച് അടക്കപ്പെട്ട്, തിരുവെഴുത്തുകളും പ്രകാരം ഉയർത്തെഴുന്നേറ്റ് 3-ാം നാള് ഉയർത്തെഴുന്നേറ്റ് അവിടെ വായിക്കുന്ന ആദ്യം കേബാവിന് പ്രത്യക്ഷപ്പെട്ടെന്ന. ആദ്യം മറിയയ്ക്കാം. മേരിയനുയായികൾക്കും പ്രത്യക്ഷമായി പ്രിയ ദിനം മോദി. മേരിയനുയായികൾക്കും പ്രത്യക്ഷമായി പ്രിയ ദിനം മോദി. ഉയർത്തെഴുന്നേറ്റൊരു വാർത്ത മത്സോദരവൃന്ദത്തോടറിയിക്കുവി. ഉയർത്തെഴുന്നേറ്റൊരു വാർത്ത മത്സോദരവൃന്ദത്തോടറിയിക്കുവി. സ്വർലോകരാജൻ 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 ഓ സ്വർലോകരാജൻ 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 വാതിലടച്ചിരിക്കെ മധ്യത്തിലെ ശുഭനാജ്ഞ നൽകി. വാതിലടച്ചിരിക്കെ മധ്യത്തിലെ ശുഭനാജ്ഞ നൽകി. അഞ്ചിടാതെ നിങ്ങൾ ധൈര്യപ്പെട്ടിടുവിൻ എന്ന് ഞാൻ കൂടെയുണ്ട്. അഞ്ചിടാതെ നിങ്ങൾ ധൈര്യപ്പെട്ടിടുവിൻ എന്ന് ഞാൻ കൂടെയുണ്ട്. ഓ സ്വർലോകരാജൻ 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 ഓ സ്വർലോകരാജൻ സ്വർലോകരാജൻ സ്വർലോകരാജൻ. അപ്പൊ ഇവിടെ വിഷയം തെളിയിക്കാൻ പറഞ്ഞ ആദ്യം കേബാവിന്, പിന്നെ ആദ്യം കേബാവിനും പിന്നെ 12 പ്രത്യക്ഷനായി. അടുത്തത് എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. അനന്തരം 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടു. 500-ലധികം പ്രത്യക്ഷപ്പെട്ടു. അവര് മിക്കപേരും ഇന്നുവരെ ജീവനോടിരിക്കുന്നു. ഈ ലേഖനം എഴുതുന്ന സമയത്ത് ജീവനോടിരിക്കുന്നു. അടുത്തത് ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അടുത്തത് അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി. ഒടുവിൽ അകാല പ്രജ പോലുള്ള എനിക്കും പ്രത്യക്ഷനായി. നിങ്ങൾ ശ്രദ്ധിച്ചോ? അവൻ പ്രത്യക്ഷപ്പെട്ട് യാക്കോബിനും പ്രത്യക്ഷപ്പെട്ടു. യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്റെ ഭാഷയാ കളി മാറി. യാക്കോബ് ചെന്ന് യോസയോടും ശിമോനോടും യൂദയോടും പറഞ്ഞ്, കൊച്ചേട്ടാ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലൊന്നുമല്ല, സ്തോത്രം, ആള് ദൈവമാന്ന് പറഞ്ഞു. സ്തോത്രം. ഇപ്പോഴും അങ്ങനെ ചിലരെയൊക്കെ ദൈവങ്ങളെന്ന് പറയുന്നുണ്ട്. ആരാ? തങ്കമ്മ, തങ്ക ദൈവം. തിരുവാതിക്കല്ലാണ് ദൈവം തങ്ക. ആർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട്?
അപ്പൊ ഞാൻ അവിടെ ഒരു യോഗത്തിന് പോയപ്പോൾ ചോദിച്ചു എവിടാ പോകുന്ന യോഗത്തിന്? ഞാൻ പറഞ്ഞു ഇന്നത് വീട്ടില്ല. ഓ, ദൈവം തങ്കയുടെ വീട്ടില്ല. തള്ളയാത്ത് പോയി. കോട്ടയം ഉണ്ടായിരുന്നു ശാന്തമ്മ ദൈവം. ചെന്നാമറ്റത്ത് പുത്തങ്കണ്ടത്തിലെ കുഞ്ഞോച്ചാൻ്റെ വീടിനടുത്താ ശാന്തമ്മ. പേര് പോലും ഒരു സുഖമില്ല, ശാന്തമ്മ. തിരുവനന്തപുരത്ത് ഇഷ്ടം പോലെ പെണ്ണുങ്ങളെല്ലാം ദൈവം കളിക്കുക, കൊള്ളാം. താറമാച്ച് നിങ്ങൾ ദൈവം കളിക്കുക. ആണുങ്ങളും ദൈവം കളിക്കുന്നുണ്ട്. ബാബു ദൈവമാണെന്ന ഒരു പേരിനെങ്കിലും ഒരു സുഖം വേണ്ടേ? ബാബു ഇല്ലേ? അങ്ങനല്ലേ? അപ്പൊ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുവേശു പ്രത്യക്ഷപ്പെട്ട് യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടപ്പോ കളി മാറി. യാക്കോബ് ചെന്ന് പറഞ്ഞു, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലല്ല, നമ്മുടെ അമ്മ പ്രസവിച്ച നമ്മുടെ സഹോദരൻ യേശു ക്രിസ്തു ദൈവമാ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, എല്ലായിടത്തും ഞാൻ പറയുന്ന കാര്യം ഒന്നുകൂടെ പറയാം. ഇവിടെ കിടന്ന് മസിലും പിടിക്കണ്ട, ഇവിടെ കിടന്ന് ബഹളവും ഉണ്ടാക്കണ്ട, ഒന്നും ചെയ്യണ്ട. നിന്റെ അയലത്തുള്ളവന് യേശു പ്രത്യക്ഷപ്പെടാനെന്ന് പ്രാർത്ഥിയിര്. മസിൽ പിടുത്തം ഒന്നും വേണ്ട. ഞാൻ എല്ലാ ഇടങ്ങളിലും പറയാ, നമ്മൾ എന്തിനെ കിടന്ന് മസിൽ പിടിക്കുന്നത്? ഒറ്റ കാര്യം ദൈവത്തോട്, കർത്താവേ അവിടുന്ന് ദൈവമാ, എൻ്റെ സമീപത്ത് പാർക്കുന്ന ആ മാന്യ സഹോദരന് അവിടുന്ന് ഒന്ന് പ്രത്യക്ഷപ്പെടണമേ. എൻ്റെ ഇടത്തും വലത്തും താമസിക്കുന്ന വ്യക്തിക്ക് അവിടുന്ന് ഒന്ന് പ്രത്യക്ഷപ്പെടണമേ. ദൈവത്തിന് മഹത്വം. അയ്യോ, എൻ്റെ കുടുംബത്തിൽപ്പെട്ടവർക്ക്, ചാർച്ചയിൽപ്പെട്ടവർക്ക് അവിടുന്ന് ഒന്ന് പ്രത്യക്ഷപ്പെടണം. ഇന്ന് രാത്രി ഞാനൊരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാ, അങ്ങനെ ഒന്ന് പ്രത്യക്ഷപ്പെട്ടാൽ കളി മാറും. ഞാൻ എന്റെ വ്യക്തിപരമായി പറയാ, അയ്യോ, കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന് യേശു ഒന്ന് പ്രത്യക്ഷപ്പെടട്ടെ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് യേശു ഒന്ന് എന്റെ ആഗ്രഹമാണ്. എന്റെ ഭാഷ പറയാൻ കളി മാറും. ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അദ്ദേഹത്തിന് യേശു ഒന്ന് പ്രത്യക്ഷപ്പെടട്ടെ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് യേശു ഒന്ന് പ്രത്യക്ഷപ്പെടട്ടെ. MLA മാർക്കും MP മാർക്കും ഭരണാധികാരികൾക്കും ഒക്കെ യേശു ഒന്ന് പ്രത്യക്ഷപ്പെടട്ടെ. ഹൈന്ദവ സ്നേഹിതൻ അദ്ദേഹത്തിന് യേശു പ്രത്യക്ഷപ്പെടട്ടെ. മുസ്ലിം സഹോദരങ്ങൾ യേശു ഒന്ന് പ്രത്യക്ഷപ്പെടട്ടെ. അയ്യോ, നിരീശ്വരവാദി കാണും, അങ്ങനെയുള്ളവരുമുണ്ട്. അയ്യോ ഇല്ലെന്ന് അങ്ങനെ പറയട്ടെ, പക്ഷെ യേശു ഒന്ന് പ്രത്യക്ഷപ്പെടട്ടെ, സ്ഥിതി മാറും. നമ്മൾ ഒത്തിരി മസിലൊന്നും പിടിക്കണ്ട. ഇത് നമ്മളെ എന്ത് മസിൽ പിടുത്തമാണെന്നറിയോ? സ്തോത്രം. അതിനെന്തെല്ലാം ചിലർ കുറുക്ക് വഴിയൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. കുറുക്ക് വഴി അതെല്ലാം ഇപ്പം മൈക്ക് കൂടെ പറയാനൊക്കത്തില്ല. കുറുക്ക് വഴി. അയ്യോ, ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. ആ വ്യക്തിക്ക് സുവിശേഷ വിരോധികളുണ്ട്, മതഭ്രാന്തന്മാരുണ്ട്, അവർക്ക് യേശു ഒന്ന് പ്രത്യക്ഷപ്പെടട്ടെ. അതിനെ പ്രത്യക്ഷപ്പെടുകയില് അവിടുന്ന് പ്രത്യക്ഷപ്പെടും. ഇന്ന് രാത്രിയിലും പ്രത്യക്ഷപ്പെടുവാൻ ശക്തിയുള്ളവനാ. നിന്റെ മുറിക്കകത്ത് യേശു പ്രത്യക്ഷപ്പെടും. നീ ഏകയായിട്ടിരിക്കുമ്പോൾ യേശു നിനക്ക് പ്രത്യക്ഷപ്പെടും. അവിടുന്ന് ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല, അവിടുന്ന് മുഴുലോകത്തിന്റെ ദൈവമാ. ഒരു സംഘടനയുടെ ഒരു സമൂഹത്തിന്റെ മാത്രമല്ല, യേശുക്രിസ്തു മുഴുലോകത്തിന്റെ ദൈവമാ. ഇന്ന് രാത്രി സ്നേഹിത സുഹൃത്ത്, ദൈവത്തോട് പ്രാർത്ഥന, എന്റെ യേശുവേ അവിടുന്ന് ദൈവമാ, എനിക്കൊന്ന് പ്രത്യക്ഷപ്പെടണം. ഇന്ന് രാത്രി നീ ആരും അറിയാതെ മുഴങ്കാലിന്മേൽ ഇരുന്ന് ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഈ രാത്രി യേശു നിനക്ക് പ്രത്യക്ഷപ്പെടും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടപ്പോ കളി മാറി. അതോടുകൂടെ എന്റെ ഭാഷയാ, കുടുംബാന്തരീക്ഷം മാറി. കുടുംബത്തിലെ അലോഗ്യവും സൗര്യക്കേടും ഒക്കെ മാറാൻ യേശു ഒന്ന് പ്രത്യക്ഷപ്പെട്ടാൽ മതി. അമ്മായിയമ്മയ്ക്ക് യേശു പ്രത്യക്ഷപ്പെട്ടാൽ മതി, തള്ള റെഡിയാകും. അല്ലാതെ തള്ളയെ കൗൺസിലിങ്ങിന് കൊണ്ടുപോയിട്ടൊന്നും നമ്മൾ തള്ളയെ പൊക്കി എടുത്തോണ്ട് പോകാം. അമ്മച്ചിക്ക് വന്ന് കൗൺസിലിംഗ് ആണ്, അമ്മച്ചിക്ക് ഇടയ്ക്ക് ഡിപ്രഷൻ. പിന്നെ തള്ളയ്ക്ക് യേശു വെളിപ്പെട്ടാൽ മതി. മരുമകളെയും കൗൺസിലിങ്ങിനൊന്നും കൊണ്ടുപോകണ്ട. മരുമകൾക്ക് യേശു ഒന്ന് പ്രത്യക്ഷപ്പെട്ടാൽ മതി. നിന്റെ ഭർത്താവിന് യേശു ഒന്ന് പ്രത്യക്ഷപ്പെട്ടാൽ മതി. എന്നിട്ട് വിശ്വാസമൊന്നുമില്ല, ചുമ്മാ വന്നിരിക്കുക. അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ സ്ഥിതി മാറും. പ്രൈസ് ദി ലോർഡ്. യേശു എൻ സംഗീ
യേശു ക്രിസ്തു വെളിപ്പെടട്ടെ. ഒന്നുകൂടെ ഞാൻ തെളിച്ചും ഉറപ്പിച്ചും പറയാം, മതഭ്രാന്തന്മാരുണ്ട്, സുവിശേഷ വിരോധികളുണ്ട്. നിങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിക്ക്, ആമേൻ, മുഴങ്കാലും മേലിരിക്ക്. യേശു ക്രിസ്തു അവർക്ക് പ്രത്യക്ഷപ്പെടട്ടെ, സ്ഥിതി മാറും. ദൈവത്തിന് മകൻ ഓടിച്ചു പോകാം. അപ്പൊ യേശു ക്രിസ്തുവിന്റെ അർത്ഥ സഹോദരൻ യൂദ ഓടിച്ചു പോകാം. ഈ യൂദായുടെ ലേഖനം ഓർപ്പിച്ചല്ലോ, പോസ്റ്റുകാരൻ്റെ 25 വാക്യമേ ഉള്ളൂ. 25 വാക്യമേ ഉള്ളെങ്കിൽ മുഴുവൻ കാര്യവും ലേഖനത്തിലുണ്ട്. 6-ാം വാക്യം പഠിക്കുമ്പോൾ ദൂതലോകത്തെ വിഷയം, 18-ാം വാക്യം പഠിക്കുമ്പോൾ അന്ത്യകാല വിഷയം. 6-ഉം 18-ഉം വായിച്ചു. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ. അപ്പൊ ദൂതലോകത്തെ വിഷയം മുതലാ യൂദ തുടങ്ങിയിരിക്കുന്നത്. 18-ാം വാക്യം അന്ത്യകാലത്ത് മോഹങ്ങളെ അനുസരിച്ച് വിഷയം വരെ തെളിയിച്ചു. 25 വാക്യമുണ്ടെങ്കിലും മുഴുവൻ കാര്യങ്ങളുമുണ്ട്. തന്നെ യൂദായുടെ ലേഖനത്തിലെ പ്രധാനപ്പെട്ട ഒരു പദം സൂക്ഷിക്കുക എന്നുള്ളത്. സൂക്ഷിക്കണം, അതാണല്ലോ അത്യാവശ്യം. സൂക്ഷിക്കണം, എല്ലാവരും സൂക്ഷിക്കണം. എന്നോട് ഒരാൾ ചോദിച്ചു, ഇന്ന് എവിടെ കൺവെൻഷൻ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്നെടുത്ത സൂക്ഷിച്ചോണം. ഒരാളുടെ പേര് പറഞ്ഞു സൂക്ഷിച്ചോണം. പുള്ളി മിക്കവാറും സ്റ്റേജ് ഞാൻ ചോദിച്ചു, എന്നാ? പുള്ളി വെട്ടുകാരനാണ്. നമ്മൾ എന്നാ പറഞ്ഞാലും അത് പുള്ളി പറഞ്ഞതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചാന്നല്ലേ പരുവത്തിന് പിന്നെ കൈകാര്യം ചെയ്തു. എല്ലാവരും സൂക്ഷിക്കണം. ഈ ലേഖനത്തിൽ പ്രധാന പദം സൂക്ഷിക്കുക എന്നാ. 1-ാം വാക്യവും 6-ാം വാക്യവും 13-ാം വാക്യവും 21-ാം വാക്യവും 24-ാം വാക്യം ക്രമത്താലെ വായിച്ചോ. 1, യേശു ക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ട്. 6-ാം വാക്യം വായിച്ച സൂക്ഷിക്കുന്ന പദമുണ്ട്. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിൻ കീഴെ സൂക്ഷിച്ചിരിക്കുന്നു. അവിടെ സൂക്ഷിക്കും. 13-ാം വാക്യം വായിച്ച 13 വലത്തുവശത്ത് മേളില്. തങ്ങളുടെ നാണക്കേട് നുരച്ചു തള്ളുന്ന കൊടിയ കടൽ തിരകൾ സദാകാലത്തേക്കും അന്ധതമസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അവിടെ സൂക്ഷിച്ചെന്ന 21-ാം വാക്യം വായിച്ചേ, സൂക്ഷിച്ചെന്ന പദമുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു. അവിടെ സൂക്ഷിച്ചു. 24-ാം വാക്യം വായിച്ചു. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ചു. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ലേഖനത്തിലെ പ്രധാനപ്പെട്ട ഒരു പദം സൂക്ഷിക്കുക. എല്ലാവരും സൂക്ഷിക്കണം കേട്ടോ. സൂക്ഷിക്കണം. അല്ല, പണമെടുത്ത് പറയാ, അമ്മമാര് പെൺപിള്ളേരെ സൂക്ഷിക്കണം കേട്ടോ. ഇവൾ ഇത്ര നേരം ആരോടാ മൊബൈലിൽ സംസാരിക്കുന്ന? രാത്രി എല്ലാവരും ഊണർക്കം തഞ്ചുമ്പോ ഇവള് അമ്മ വേറെ മുറിയിരുന്ന് സംസാരിക്കുക. പിന്നെ എങ്ങനെ? മോളെ ഒന്ന് സൂക്ഷിക്കണമെന്ന് വേണ്ടായോ? ഒരു പ്രവാചകയുണ്ടായിരുന്നു, പേരൊന്നും പറയുന്നില്ല. എല്ലാവരുടെയും കാര്യം അവർക്ക് വെളിപ്പെടും. പക്ഷെ സ്വന്തം മോള് ഓട്ടോക്കാരൻ്റെ കൂടെ പോയത്. അപ്പൊ ഞാൻ ചോദിച്ചു, അമ്മാമ്മയ്ക്ക് ഇത് വെളിപ്പെട്ടില്ല? ഉടനെ പറഞ്ഞു, യഹോവ എനിക്ക് കാര്യം മറച്ചു വെച്ചെന്ന്. അതിനും അമ്മാമ്മയ്ക്ക് ഭാഗ്യമുണ്ട്. സൂക്ഷിക്കണം. പിള്ളേരെയൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. നമ്മുടെ അടുക്ക വന്നിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ അച്ചടക്കത്തോടിരിക്കുന്നെങ്കിലും സൂക്ഷിക്കണം. അതിന് അങ്ങനെ ഒത്തിരി കാര്യമുണ്ട്. എവിടാ എന്തുവാന്ന് ചോദിക്കരുത്. ബാംഗ്ലൂർ പോകാൻ വണ്ടി കയറാൻ നിൽക്കുക. മോളുമുണ്ട്, അപ്പനുമുണ്ട്, അമ്മയുണ്ട്, വേറെ പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുമുണ്ട്. ഞാൻ നമ്മുടെ സിയോജാക്കപ്പൻ ഇവിടെ ശുശ്രൂഷയ്ക്ക് പോകാനായിട്ട് ഞാനും ഒരു വായുമായിട്ട് അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അവിടെ വന്ന അപ്പനും അമ്മയും മക്കളും ഒക്കെ സംസാരിക്കുമ്പോൾ മോൾ അങ്ങോട്ട് നോക്കുന്നില്ല, ആരെയും നോക്കുന്നില്ല. അവൾ വളരെ പക്വതയും വളരെ അവളോട് ചോദിക്കുന്നതല്ല, വളരെ വിനയമായിട്ട്. എന്നാൽ ആട്ടെ മോളെ ടാറ്റയൊക്കെ കൊടുത്തു. ഞാനും വണ്ടിയിലുണ്ട്, വേറൊരു ദൈവദാസനുമുണ്ട്. അദ്ദേഹം അങ്ങേ സീറ്റ്, ഞാൻ ഇങ്ങേ സീറ്റിൽ. മൂവാറ്റുപുഴ കഴിഞ്ഞപ്പം അവൾ ഇരുന്ന സീറ്റിൽ നിന്ന് പിന്നെ അപ്പുറം അങ്ങ് പോയി വേറൊരു സീറ്റിലോട്ട്. അവിടെ വേറൊരാളുണ്ടായിരുന്നു. സൂക്ഷിക്കണം. ആദ്യം ഇവള് ബസ്സേ കയറുന്ന അപ്പനും അമ്മയും താഴെ നിന്നപ്പോൾ അവൾ ആരോടും ശ്രദ്ധിക്കുന്നേ ഇല്ല. ഇങ്ങനെ കരയുന്നത് പോലെയൊക്കെ അവർ തള്ള കണ്ണുനീര് തുടയ്ക്കുന്ന കണ്ടു. അമ്മ നിർദ്ദേശം കൊടുത്തു, മോളെ കൂട്ടുകാരുടെ വേണ്ട. മൂവാറ്റുപുഴ കഴിഞ്ഞപ്പം
ഇരിപ്പ് കണ്ടിട്ട് ആ ടൈപ്പ് ഇതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നു. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് സൂക്ഷിക്കണം, സൂക്ഷിക്കണം. സമയം തെറ്റി, നില തെറ്റി, ടൈം തെറ്റി, റൂട്ട് തെറ്റി, മോള് സംസാരിക്കുമ്പോഴേ അമ്മ ചെന്ന് ആരോടാ സംസാരിച്ചെന്ന് ആരോടാടി? അവള് പറയാം എൻ്റെ ഫ്രണ്ട് കെസിയ. ആ നമ്പർ ഞാൻ കെസിയാടെ ചോദിക്കണം. എന്തുവാ നീ പറഞ്ഞ്? അവള് മാത്സിൻ്റെ ഒരു ഡൗട്ട്, എല്ലാം ഒരു മാത്തമാറ്റിക്സാണ്. ഞാൻ നമ്മുടെ ഒരു ഉപദേശത്തോട് ചോദിച്ചു, പിള്ളേരൊക്കെ പിള്ളേരെല്ലാവരും മാത്തമാറ്റിക്സാന്ന് പറഞ്ഞു. സൂക്ഷിക്കണം, എല്ലാവരും സൂക്ഷിച്ചോണം. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, എന്തിനാ വെറുതെ അലോക്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ 1-ാം വാക്യത്തിലും 6-ാം വാക്യത്തിലും 13-ാം വാക്യത്തിലും 21-ാം വാക്യത്തിലും 24-ാമത്തെ വാക്യത്തിലും പ്രധാനപ്പെട്ട പദമാ സൂക്ഷിക്കണം. എല്ലാവരും സൂക്ഷിക്കണം. പരസ്യവും നടത്താൻ പോകുമ്പോൾ സൂക്ഷിക്കണം, വേണ്ടേ? പിന്നെ എവിടാ നടത്തുന്നത്? അന്തരീക്ഷം, സാഹചര്യം, അവിടുത്തെ ഉള്ള അന്തരീക്ഷമൊക്കെ നോക്കണം. ഞങ്ങളൊരു പരസ്യത്തിന് പോയി, ബോധക്കേടുകാരൻ്റെ മൈക്ക് കൊടുത്ത് ഞാൻ പറഞ്ഞേച്ച് പോയ വണ്ടിയെ കൊടുക്കരുതാണ്. ഒരു വെളിവും വെള്ളിയാഴ്ചയില്ല. വിവരമെന്ന് പറയുന്നത് ഇല്ല. ഞാനെന്നാ ഇതുങ്ങൾക്ക് എല്ലാം ചൂടത്ത് നിൽക്കിയല്ലോ ഒന്നിടത്ത് വെള്ളം മേടിക്കാൻ അങ്ങോട്ട് പോയി. ചെറിയ കുപ്പിക്കകത്ത് കിട്ടുമല്ലോ വെള്ളം, ഈ പെപ്സിയുടെ തന്നെ ചെറിയ കുപ്പി മേടിക്കാൻ പോകുമ്പോൾ ഈ വിവരദോഷി മൈക്കെടുത്ത് 2 വർത്താനം, ഓടിയ ഓട്ടം. നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞതല്ല. അവിടെ സോമഭാസ്റ്റൊക്കെ വടക്കമ്പള്ളിയാനാട് കുഞ്ഞുവാൻചാൻ്റെ വീട്, കുന്നൂറമ്പലെ കുഞ്ഞുവാൻചാൻ്റെ വീട് പത്തിപ്പാലത്തിൻ്റെ ഇപ്പറ. ഓടാനുണ്ട് വഴിയില്ല, ആകെ ഒറ്റ വഴിയേ ഉള്ളൂ. മൈക്ക് കൊടുക്കുമ്പോൾ സൂക്ഷിച്ചോണം. ബോധക്കേടുകാരനെ കൊടുത്താൽ മരണ വീട്ടിൽ കൊടുക്കുമ്പോഴും സൂക്ഷിക്കണം. വിവാഹ ശുശ്രൂഷ നിർത്തുമ്പോഴും മൈക്ക് കൊടുക്കുന്നവരെ സൂക്ഷിക്കണം. പണ്ടൊരു കല്യാണത്തിന് ഒരാൾ കൊടുത്തു, വിവാഹം എല്ലാവർക്കും മാന്യമാ, പോപ്പിനും അയ്മേനിക്കും തിരുമേനിക്കും അവർക്കും എല്ലാം. ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞു, ഇയാൾ പോപ്പിനെ കല്യാണം കഴിപ്പിക്കേണ്ട, ഇവരുടെ കല്യാണം കഴിപ്പിച്ചിട്ട് വിടാൻ പറഞ്ഞു. ഉടക്കുണ്ടായി. സൂക്ഷിക്കണം, എല്ലാവരും സൂക്ഷിക്കണം. ഞാൻ ഞങ്ങളുടെ അവിടെ ദൈവകൃപയാൽ ലൈവൊക്കെ ഉണ്ട്, അനേക ദൈവമക്കളുടെ സഭായുധം. അപ്പം ഞാൻ നമ്മുടെ അലക്സാനോട് പറഞ്ഞിട്ടുണ്ട്, ബോധക്കേടുകാർ എന്നതാ പറയുന്നതെന്ന് ആരറിഞ്ഞു? അത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട്, ഞാൻ എന്നാലും ഇങ്ങനെ തലയിൽ ചൊറിയുമ്പോൾ ഓഫ് ആക്കിയേക്കണമെന്ന്. അല്ല, അവിടെ നിന്ന് നിർത്താൻ പറഞ്ഞ അയാൾ പിന്നെ ഇപ്പം പിന്നെ വേറെ സിഗ്നലാ. അത് പഴയ സിഗ്നലാ, അത് നിങ്ങൾ അത്ര അറിഞ്ഞാൽ മതി. ഇപ്പം വേറെ സിഗ്നലാ. എന്നതാ വിളിച്ച് പറയുന്ന ആരറിഞ്ഞു? സൂക്ഷിക്കണം, എല്ലാവരും സൂക്ഷിക്കണം. അത് പരിജ്ഞാനത്തോടെ, വിവേകത്തോടെ, തന്മയത്വത്തോടെ, ദൈവകൃപയോടെ. ആശാരിപദേശി പറഞ്ഞെന്നും പറഞ്ഞ് നമ്മൾ കിടന്ന് പറഞ്ഞാലോ, അയാളുടെ മേലൊരു അഭിഷേകമായിരുന്നു. നീ പറഞ്ഞാൽ തല്ലുകൊണ്ട് മൂട്ട ഇടും. അതാണ് പിന്നെ തോട്ടിച്ചാടി പോളയ്ക്കകത്ത് താന്ന് കിടക്കണം. പണ്ട് കരിയമ്പള്ളി ചാക്കോച്ചൻ പറഞ്ഞ പോലെ അടി വന്നപ്പോൾ അയാൾ എടുത്ത് ചാടി പോളയ്ക്കകത്ത് ചാടി വെച്ച് പോള എടുത്ത് തലയെ വെച്ച് പമ്മി കിടന്ന് മൂക്ക് മാത്രം. കമ്മ്യൂണിസ്റ്റുകാരെ അടിച്ചു വരിക അന്നത്തെ കാലമാ. പുള്ളി മണ്ഡലം പ്രസിഡന്റാ. അവസാനം അവരടിച്ച് കിഴക്കോട്ടങ്ങ് കയറിപ്പം പുള്ളി പോളയെല്ലാം മാറ്റി വെച്ച് കയറി വന്നപ്പം വേറെ അപ്പം കവറിൻ്റെ എല്ലാം നനഞ്ഞ് ആകെ കോഴി നനഞ്ഞ പോലെ നിൽക്കുക. അപ്പോൾ ചോദിച്ചാൽ എൻ്റെ ചാക്കോച്ച മണ്ഡലം പ്രസിഡന്റ്, പിന്നെ തുരുത്തുരുത്തുരുത്തുരു അടി വരുമ്പോഴാണ് എൻ്റെ മണ്ഡലം പ്രസിഡന്റാന്ന് പറഞ്ഞിട്ട് വല്ലോ കാര്യമായോ? കൈക്ക് എല്ലാം നല്ല അത്തുവില വെള്ള കൊച്ചുങ്ങൾ അടിച്ചു. അതെടുത്ത് എടുത്ത് ചാടി വെച്ച് പോള എടുത്ത് തലയെ വെച്ച് മൂക്കിൻ്റെ അവിടെ മാത്രം. അയ്യോ, നന്നായിട്ട് സൂക്ഷിക്കണം, എല്ലാവരും സൂക്ഷിക്കണം. ഇടയ്ക്ക് ഇത്ര പറഞ്ഞതേ ഉള്ളൂ, എല്ലാവരും സൂക്ഷിക്കണം. ദൈവത്തിന് മഹത്വം. അപ്പോൾ യൂദയുടെ ലേഖനത്തിലെ പ്രധാനപ്പെട്ട പദം സൂക്ഷിക്കുക എന്നുള്ളതാ. പെൺപിള്ളേരെ സൂക്ഷിക്കണേ, ആൺപിള്ളേരെ സൂക്ഷിക്കണേ. മാതാപിതാക്കളെ മക്കളും ഒന്ന് സൂക്ഷിക്കുന്ന നല്ലതാ. പിന്നെ ഒന്ന് സൂക്ഷിക്കണം. ആരെയാ മമ്മി വിളിച്ചത്? നീ എന്തിനാ തിരക്കുന്നത്? അയ്യോ, 2 ആഴ്ച കഴിഞ്ഞപ്പോ മമ്മിയെ കാണാനില്ല. മമ്മിയെ അതാ കൊച്ചു സൂക്ഷിച്ചേച്ച് ഭർത്താവിനോട് അപ്പനോട് പറഞ്ഞിരുന്നെങ്കിൽ അത്രയും വലിയൊരു പ്രശ്നം വരികയില്ലായിരുന്നു. വേണ്ടേ? നിങ്ങൾക്ക് മനസ്സിലാകാരിയാണോ അതോ എന്നെ പൊട്ടം കളിപ്പിക്കുകയാണോ? സൂക്ഷിക്കണം, എല്ലാവരും സൂക്ഷിക്കണം. അപ്പോൾ യൂദയുടെ ലേഖനത്തിലെ പ്രധാനപ്പെട്ട പദം
സൂക്ഷിക്കുക. 1-ാം വാക്യം, 6-ാം വാക്യം, 13-ാം വാക്യം, 21-ാം വാക്യം, 24-ാം വാക്യം എല്ലാവരും സൂക്ഷിക്കണം. വല്ലാത്ത കാലത്തിലും വല്ലാത്ത ലോകത്തിലുമാ ഞാൻ നിങ്ങളും വന്നുപെട്ടിരിക്കുന്നത്. അവൻ മുഴുവനത്തോടെ പിശാച് അധിക നാളില്ലെന്ന് മനസ്സിലാക്കി പൊരുതുമ്പോൾ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, ദൈവകൃപ പ്രാപിച്ച ദൈവമക്കൾ വാക്കിലും പ്രവൃത്തിയിലും നടപ്പിലും ഉടുപ്പിലും കൊടുപ്പിലും എടുപ്പിലും എല്ലാത്തിലും വളരെ ശ്രദ്ധാലുക്കളായി സൂക്ഷിച്ചു വേണം ഇടപെടുവാൻ. നമുക്കൊരു മുന്നറിയിപ്പ് തന്നിരിക്കുക, വാണിംഗ് തന്നിരിക്കുക, സൂക്ഷിച്ചോണം. എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. സഭയെ സാക്ഷി പറയുമ്പോൾ സൂക്ഷിക്കണം. കൂടെ അവിടെ ഇരിക്കുന്ന വേറൊരു വിശ്വാസിക്ക് മനോദുഃഖം ഉണ്ടാക്കുന്ന, പ്രശ്നം ഉണ്ടാക്കുന്ന സാക്ഷി പറയരുത്. ചില അങ്ങനെ ഇരിക്കുമ്പോൾ എഴുന്നേക്കും, വലിയ മാരണമാണ്. ഞാൻ കൊടുക്കത്തില്ല. ഞാൻ എഴുന്നേറ്റ് പറയും പ്രാർത്ഥനാ വിഷയം വല്ലതും ഉണ്ട്, ഇങ്ങോട്ട് പ്രാർത്ഥനാ വിഷയം ഉണ്ടെ പറയാൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പരത്തരുത്. നല്ലവനും വല്ലവനും ഹല്ലേലൂയ എന്നും പരത്തരുത്. കാരണം ചിലർ എഴുന്നേക്കുന്നത് മറ്റവനിട്ട് തകർക്കാനാ. അത് പാടില്ല. നിന്റെ വാക്ക്, നിന്റെ പ്രവൃത്തി, നിന്റെ ഇടപാട്, നിന്റെ സമീപനം മറ്റൊരുത്തനെ നശിപ്പിക്കുന്നതായിരിക്കരുത്, അവനെ കൈത്താങ്ങൽ കൊടുക്കുന്നതായിരിക്കണം. എല്ലാവരും സൂക്ഷിച്ചോണം. പാട്ട് പാടുമ്പോൾ സൂക്ഷിച്ചോണം. പിന്നെ മറ്റവനിട്ട് പാര വെച്ച്, പണ്ടൊക്കെ കവികൾക്കൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് കോർത്ത് ഉണ്ടായിരുന്നു. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല, ദൈവത്തിൻ്റെ മകത്ത്. ഞാൻ കുട്ടനാട്ടുകാരനായതുകൊണ്ട് അവിടെ വല്യമ്മച്ചി ഈ പാട്ടൊക്കെ കണ്ടെത്തി പാടുന്ന പാട്ടുകളൊക്കെ പല ടൈപ്പ് പാട്ടുണ്ട്. പുരാണ കഥ പാടും, ഞാറ് നടുമ്പോഴൊക്കെ പാടുന്ന പാട്ട്. അതിൽ പാട്ടുണ്ട് കുത്തുപാട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാടി കുത്തും. ഉള്ളതാ, പക്ഷെ അത് സന്ദർഭോചിതമായിട്ട് അന്നേരം വല്യമ്മച്ചി പറഞ്ഞു കേട്ടുണ്ട്. പണ്ട് ഒരാളെ പാടിക്കാൻ കൊണ്ടുവന്നു. വല്യമ്മച്ചിയുടെ ഏട്ടത്തും കൂടെ 10-14 ദിവസം നിന്ന് പാടുക. പുരാണ കഥയാ പാടുന്നത്. അപ്പോൾ ഈ എതിർകക്ഷികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരുടനെ ഈ കുട്ടമംഗലത്തെങ്ങാട്ടുള്ളൊരു വല്യപ്പനെ കൊണ്ടുവന്നു. അയാൾ വലിയ പാട്ടുകാരനാണ്. പുള്ളിയെ കൊണ്ടുവന്ന്, പുള്ളിക്ക് നടക്കാനൊന്നും എന്നാലും കൊണ്ടുവന്ന് ഇരുത്തി പോളയെല്ലാം കൂടെ കൂട്ടിയിട്ടിരിക്കുക. അത് ഉണങ്ങിയിരിക്കുക. അതിൻ്റെ മേളിൽ പുള്ളിയെ കയറ്റി ഇരുത്തി. അയാൾക്ക് വയ്യ, വടിയും കുത്തി ഒരാൾ പിടിച്ച് വിടുത്തി. മുതലാളിമാരുണ്ട് അവർ, ഇവർ പാടുക. വലിയ വെച്ച് പറഞ്ഞ് കേട്ടതാ. അവിടെ കയറ്റി ഇരുത്തിയേച്ച് പുള്ളി അപ്പോൾ 24 വൃത്തം അങ്ങ് പാടി. അത് 24 വൃത്തമാണ്. അത് ഭയങ്കര കട്ടിയുള്ള പദമാണ്. അയാൾ ഇന്നങ്ങ് പാടുക. നന്നായിട്ട് പാടിയെന്നാണ് പറഞ്ഞത്. പുരാണ കഥ പുള്ളിക്ക് പറയാം. അതിങ്ങനെ ഇടതടവില്ല വൺമതി കലാഭരണ നമ്പിക ഗണേശൻ നിർമ്മകലഗണ ഇങ്ങനെ നല്ല പദങ്ങളാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം എൻ്റെ വല്യമ്മച്ചി മുതലാളിയോട് പറഞ്ഞു നിർത്താൻ പറഞ്ഞു, ഞങ്ങൾക്കൂടെ പാടാൻ. അപ്പം പുള്ളിക്കാരി ഒരു കുത്തു പാടി. അങ്ങനെ പാട്ടുള്ളതാ. അപ്പോൾ പുള്ളിക്കാരി അങ്ങോട്ട് പുള്ളിയെ നോക്കി വെച്ച് പാടി. കഷ്ടമേ ഇവനേത് കുലമെന്ന് ദശകണ്ഠം മുത്താന്തോ മുതുനായോ ഉടുമ്പോ കീരിയോ നത്തോ മത്തന്മാർ മരമേറും മരനായോ കരിയോന്തോ കള്ളക്കാടനോ വെള്ളക്കവിയോ നീർക്കുതിരയോ ഉള്ളത്തിൽ ഭയം കൂടാതെ അരികെ വന്നിരിക്കുന്ന കള്ളക്കാടനെ തള്ളിക്കളക ദുരാസർ അരക്കൻ്റെ മുടിയുട്ടി പിടിച്ച് തേടനം ചെയ്ത് 8-10 ചെപ്പിനും ചെകിടത്തിനും പാട്ടാ. അന്നേരം അമ്മച്ചി ഉണ്ടാക്കിയതില്ല, പാട്ടുള്ളതാണ്. പക്ഷെ ആ പാട്ട് സന്ദർഭോചിതമായി പാടി കുത്തിപ്പാടി. അതിനാ കുത്തുപാട്ട്, പൂട്ടുപാട്ടൊക്കെ ഉണ്ട്. കുറച്ചൊക്കെ എനിക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞത്, പാടുമ്പോഴും സൂക്ഷിക്കണം, സംസാരിക്കുമ്പോഴും സൂക്ഷിക്കണം, ഇടപാടും സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം, ഓടിച്ചു പോകാം. അപ്പോൾ ഈ ലേഖനത്തിലെ പ്രധാനപ്പെട്ട ഒരു പദം സൂക്ഷിക്കുക. ഇനി ഈ ലേഖനത്തിലെ പെട്ടെന്ന് പറയാം, യൂദയുടെ ഒരു മനോഭാവം ഞാൻ പറയാം. യൂദയുടെ മനോഭാവം 1-ാം വാക്യം വായിച്ചേ മോൻസി പാസ്റ്ററെ. യൂദയുടെ നമ്മുടെ മനോഭാവം അങ്ങനെ ആയിരിക്കണം. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ തന്നെ പരിചയപ്പെടുത്തുന്ന കണ്ടോ. യേശുക്രിസ്തുവിന്റെ ദാസൻ, അതാ മനോഭാവം. നമുക്കും ഈ മനോഭാവം, ഞാൻ എന്നെ പ്രതിയാക്കിയ നമുക്ക് ഈ മനോഭാവം വേണം. ആ കൊടുത്തിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ദാസൻ. ഞാനോ നിങ്ങളോ ഈ ലേഖനം ഇടുന്നെങ്കിൽ നമ്മളെ എങ്ങനെ ആയിരിക്കും പരിചയപ്പെടുത്തുന്നത്? എങ്ങനെ മോൻസി പാസ്റ്റർ അല്ല ഞാൻ എഴുതിയ എങ്ങനെ ആയിരിക്കും? പറയത്തില്ല. പിന്നെ എങ്ങനെ പറയും? തുറന്ന് പറഞ്ഞു, സത്യം പറഞ്ഞു. പൊക്കി പറയാന്ന് ഇവര് തമ്മിലുള്ള ബന്ധം വെച്ച് എങ്ങനെ ആയിരിക്കുമെന്ന് പറയുന്നത്. ഞാൻ ആരെന്നെങ്കിൽ ഇങ്ങനെ എഴുതുകൊണ്ട് ദൈവത്തിന്റെ അനിയനാകുന്ന യൂദ. കാരണം യേശുക്രിസ്തു ദൈവമാണ്. യേശുക്രിസ്തുവിന്റെ അർത്ഥ സഹോദരന യൂദ. നമ്മൾ ഉടനെ പറയും ദൈവത്തിന്റെ അനിയനായ യൂദ എഴുതുന്നത്. ഒരു ബന്ധവും ഇല്ലെങ്കിലും നമ്മൾ ബന്ധം ഉണ്ടാക്കുന്നവരുണ്ട്. കാശും പുത്തനും കളറും ചുറ്റുപാടും ഉണ്ട്, ചുമ്മാ കയറി ബന്ധം. എൻ്റെ ഫസ്റ്റ് കസിനാണ്. ഞങ്ങൾക്കൊരു അമ്മാമയുണ്ട്, പേരെന്ന് പറഞ്ഞ് നമ്മുടെ
പേര് പറഞ്ഞാൽ അവർ പറയും എൻ്റെ ബന്ധമാണ്. നമ്മുടെ ഒരു ഉപദേശി ഉണ്ടായിരുന്നു, ആരുടെ പേര് പറഞ്ഞാലും പുള്ളി പറയും എൻ്റെ ആത്മീയ സന്തതിയാന്ന്. ആരുടെ പേര് പറഞ്ഞാലും എൻ്റെ അങ്ങനെ. അപ്പൊ പിള്ളേരൊരു ദിവസം പുള്ളിയെ ഒന്ന് പൂട്ടാൻ വേണ്ടി പറഞ്ഞു. കുടിച്ച് വെളിവില്ലാന്ന് നിൽക്കുന്ന വേറൊരു വിഭാഗത്തിൽപ്പെട്ട ആളാ. അവനെ നാട്ടുകാർക്കും എല്ലാം അങ്ങ് അസ്വസൗര്യക്കേടാ എന്നും 4 കാലല്ല. അപ്പം അവർ പറഞ്ഞു, അച്ചായ ജോയിക്കുട്ടി അറിയാം. പിന്നെ എൻ്റെ ആത്മീയ സന്തതിയാന്ന്. പുള്ളി ആരുടെ പേര് പറഞ്ഞാൽ ഇതാ പറഞ്ഞത്, എൻ്റെ. പിന്നെ അവർ വിശദീകരിച്ചും പറഞ്ഞു, ഓ അതായിരുന്നു ഒന്ന്. ചുമ്മാ ബന്ധം പിടിക്കുന്ന ആൾക്കാരുണ്ട്. ഞാനും നിങ്ങളും അങ്ങനെയൊക്കെയാ. പക്ഷേ യൂദായുടെ മനോഭാവം കണ്ടോ? യേശുക്രിസ്തുവിന്റെ സഹോദരന് നല്ല കൊടുത്ത് യേശുക്രിസ്തുവിന്റെ ദാസൻ എന്നുള്ള ശരിയായ പ്രയോഗം അടിമയാണെന്നാ. ഇന്ന് രാത്രി ഞാൻ നിങ്ങൾ യേശുക്രിസ്തുവിന്റെ അടിമകളാ. ദാസന് കൂലി കൊടുക്കും, സെർവന്റ് കൂലി കൊടുക്കും, ചെയ്യുന്ന ജോലിക്ക് കൂലി കൊടുക്കും, ശമ്പളമുണ്ട്. പക്ഷെ അടിമയ്ക്ക് ശമ്പളമൊന്നുമില്ല. ദാസൻ ആ പറയുന്ന ജോലി മാത്രം ചെയ്താൽ മതി. അടിമ അങ്ങനല്ല, നോക്കിയും കണ്ട് പറഞ്ഞില്ലെങ്കിലും കയറി ചെയ്യും. അതാ അടിമ. ഇന്ന് രാത്രി ഞാൻ നിങ്ങൾ യേശുക്രിസ്തുവിന്റെ അടിമയാ. ഗോസ്പൽ ടീമിന്റെ പ്രവർത്തനം ഉള്ളപ്പോഴല്ല ലഘുലേഖ കൊടുക്കുന്നത്. ഇത് ജീവിതം അതായിരിക്കണം. സ്തോത്രം. മാസത്തിൽ 1 ഒരു പ്രവർത്തനമല്ല. അങ്ങനെയൊക്കെ ഉണ്ട്, നല്ലതാ, എതിരൊന്നും. പക്ഷേ ജീവിതമേ ഇതായിരിക്കണം. ഈ കണ്ടമാനം പ്രവർത്തിക്കുന്നതിലും കുറച്ചുകൂടെ എഫക്റ്റ് അത് ജീവിതത്തിൽ ഒന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്നതാ. അതെ. പക്ഷെ നമുക്ക് ജീവിതത്തിൽ വെളിപ്പെടുത്തി കൊടുത്താൽ എല്ലാവർക്കും പ്രാഗൽഭ്യം. അതുകൊണ്ട് നമ്മൾ അങ്ങ് ട്രാക്ട് അടിച്ച് വശം കെടുക്കുക. തമ്പിയുടെ ഹൃദയം. ഈ അടുത്ത സമയത്ത് ഒരു ട്രാക്ട് കണ്ടു, സണ്ണിയുടെ ഹൃദയം. നിങ്ങൾ കണ്ടോന്നറിയത്തില്ല, സണ്ണിയുടെ മനഃപ്പാശം കണ്ടോ? ഞാനും കണ്ടു, എന്നെ കൊണ്ട് കാണിച്ചു. അച്ഛാ അതേണ്ട സണ്ണിയുടെ ഹൃദയം. അന്നേരം വേറൊരു പുള്ളി വടശ്ശേരിക്ക് പറഞ്ഞു, അവിടെ അവരിറക്കി രാജുവിന്റെ ഹൃദയം. എല്ലാം ഇഷ്ടം പോലെ ലഘുലേഖ നല്ലതാ. പക്ഷേ അവരുടെ നടുവിലൊന്ന് വെളിപ്പെടുത്തിക്കേ യേശുവിനെ. ദൈവത്തിന് മഹത്വം. അപ്പൊ യൂദയുടെ മനോഭാവം യേശുക്രിസ്തുവിന്റെ ദാസൻ. ഇനി വേറൊരു മനോഭാവത്തിന്റെ വേറൊരു പദം പറയാം. 3-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. 3-ാം വാക്യം. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് നിങ്ങൾ ആ പദം കേട്ടോ, പ്രിയരെ നമുക്ക് പൊതുവിലുള്ള രക്ഷ. നിങ്ങൾ ആ പദം ശ്രദ്ധിച്ചോ? ഞാനിങ്ങനെ പറയുന്നത്, യൂദായുടെ മനോഭാവം നല്ല മനോഭാവം. 1, യേശുക്രിസ്തുവിന്റെ ദാസന. അനിയനാന്നൊന്നും പറഞ്ഞില്ല, കുടുംബക്കാരനാണെന്നുമല്ല വെളിപ്പെടുത്തിയത്, ഒരമ്മയുടെ മക്കളാണെന്നൊന്നും വെളിപ്പെടുത്തിയില്ല. ഞാൻ യേശുക്രിസ്തുവിന്റെ ദാസന. ഈ മനോഭാവം വരാൻ കാര്യം യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ മനസ്സിലായി അവിടുന്ന് ദൈവമാണ്. അതുകൊണ്ടായി മനോഭാവം. ദൈവത്തിന്റെ മകത്ത് നമ്മുടെയൊക്കെ മനോഭാവം ഒന്ന് മാറണേ. ഞാൻ ഈ സഭയിലെ മെയിൻ ആളാ, ഞാൻ ഈ സെൻട്രലിലെ മെയിൻ ആളാ, ഞാൻ ഈ ലോക്കൽ സഭയിലെ മെയിൻ ആളാ, ഈ ഞാൻ നാട്ടിലെ മെയിൻ ആളാ. ആ മനോഭാവം ഇരിപ്പൊക്കെ ഒന്ന് കാണണം ചിലരുടെ. ചിലർക്ക് കൈ തരാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഞങ്ങളുടെ ഇടയിലുമുണ്ട്. ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഉദ്ദേശിച്ച കൺവെൻഷനൊക്കെ പ്രസംഗിക്കുന്ന വലിയ വലിയ വീരന്മാരുണ്ട്. അവരെ വെച്ച് നോക്കുമ്പോൾ ഞാൻ വെറും പീത്തയാ. സ്തോത്രം. ഒരു പ്രഗത്ഭനായ ആളിന് ഞാനും ഉണ്ടായിരുന്നു. കൈ കൊടുത്തപ്പോൾ പുള്ളി 2 പേരിലാ തന്നെ, 2 പേരിൽ. എനിക്കങ്ങ് സങ്കടവും വന്നു. ആൾക്കാർ നോക്കി നിൽക്കുക. ഞാൻ ഇങ്ങനെ കൊടുത്തത്, പുള്ളി ഇങ്ങനെ. എന്നോ പറയാൻ നമുക്ക് വല്ലതും പറയാൻ പറ്റൂ? അത് കഴിഞ്ഞ് ഞാൻ നോക്കും വേറൊരു പുള്ളിക്ക് പുള്ളി 1 പേരിലാ കൊടുത്തത്. അപ്പൊ എനിക്ക് ആശ്വാസമായി, എനിക്ക് 2 തന്നല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ശ്രദ്ധിച്ചപ്പം ഒരാൾക്ക് കൊടുത്തില്ല, ഇങ്ങനെ കാണിച്ചതേ ഉള്ളൂ. അപ്പൊ എനിക്ക് മനസ്സിലായി പുള്ളിക്ക് എന്നോടാ കൂടുതൽ, എനിക്ക് 2 തന്നില്ലേ. വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ വീക്ഷിച്ചു. യോഗം കഴിഞ്ഞപ്പോൾ ചില കാശും പിടിപ്പും പുത്തരമുള്ള ആളിനെ കണ്ടപ്പം അങ്ങോട്ട് കൊടുത്തേച്ച് പുള്ളി വിടുന്നില്ല, കുലുക്കി ഇങ്ങനെ നിൽക്കുക. അവരതിനെന്തിന് പോണം ഇല്ല. പണ്ട് ഓണക്കളിക്ക് പറഞ്ഞു പോണം പക്കുടുക്കെ പോകണ്ട. നമ്മുടെയൊക്കെ മനോഭാവം, ഞാൻ എന്നെയും കൂടെ ആരെയും വിധിക്കുകയല്ല, എന്നെ പ്രതിയാക്കിയ നമ്മുടെ മനോഭാവം ഒന്ന് മാറണേ. ഇച്ചിരി ചുറ്റുപാടും ഒക്കെ ഉള്ളത് അത് കൊച്ചു വീട്ടിലെ അമ്മച്ചി, മറ്റേതോ തങ്ക സഹോദരി. മനോഭാവം മാറണേ. മറുഭാഷ പറഞ്ഞാലൊന്നും കാര്യം നടക്കുകയില്ല. മനോഭാവം മാറണേ. എല്ലാവരും ഒന്നും പറയത്തില്ലെന്ന് എനിക്കറിയാം. സ്തോത്രം. വടക്കേടത്തെ അച്ചായൻ, മറ്റേതോ ബേബി സോരൻ, മൂത്തതാ എന്നാലും അങ്ങനെ. മനോഭാവം മാറണേ. എന്നെ എല്ലാവരും എന്നെ ഇങ്ങനെ സ്പർദ്ധിച്ച് നോക്കുന്നേ. കൊടുമുടികളേറിയ പർവ്വതങ്ങളെ നിങ്ങൾ എന്നെ.
ഞാൻ എന്നെ പ്രതിയാക്കി പറയാം, നമ്മുടെ മനോഭാവം മാറണം. ദൈവത്തിന്റെ മകൾ യൂദായുടെ മനോഭാവം, യൂദാ പറയോ, ഒന്ന് ഞാൻ യേശുക്രിസ്തുവിന്റെ ദാസനാ. രണ്ടാമത്തെ മനോഭാവം എന്താ? യൂദാ പറയാ, പ്രിയരെ നമുക്ക് പൊതുവിലുള്ള രക്ഷ എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതാ, ഞങ്ങൾക്ക് കുടുംബക്കാർക്കെല്ലാം കൂടെ ഒരു രക്ഷയും കുടുംബത്തിൽ പിറക്കാത്ത നിങ്ങൾക്ക് വേറൊരു രക്ഷയല്ല. യൂദായുടെ മനോഭാവം, കുടുംബത്തിൽ പിറന്ന ഞങ്ങൾക്കും ഈ കുടുംബത്തിൽ പിറക്കാത്ത നിങ്ങൾക്കും സകല എണ്ണത്തിനൊരൊറ്റ രക്ഷയേ ഉള്ളൂ, അത് യേശുക്രിസ്തു. കത്തോലിക്കരാന്നേലും യാക്കോബയാന്നേലും ഓർത്തഡോക്സ് ആന്നേലും റീത്ത് ആന്നേലും ലണ്ടൻ ആന്നേലും ലത്തീൻ ആന്നേലും CMS ആന്നേലും ആംഗ്ലിക്കൻ ആകുന്നേലും സാൽവേഷൻ ആർമി ആന്നേലും പെന്തിക്കോസ് ആന്നേലും ബ്രദർ ആന്നേലും കൽദായ സുറിയാന് കൽദായ യാക്കോബ, ഇനി കനാനായ യാക്കോബ, കനാനായ കത്തോലിക്ക, ഏത് വിഭാഗത്തിൽപ്പെട്ടവരാന്നേലും ഹൈന്ദവനോ മുസ്ലിം സഹോദരനോ ബുദ്ധനോ ജൈനനോ പാഴ്സിയോ ആരുമാകട്ടെ, സകല മനുഷ്യർക്ക് ഒരൊറ്റ രക്ഷയേ ഉള്ളൂ, അത് യേശുക്രിസ്തു മാത്രമാ. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നസറായനാകുന്ന യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. ഈ നാമത്തിൽ വിടുതലുണ്ട്, ഈ നാമത്തിൽ പാപമോചനമുണ്ട്, ഈ നാമത്തിൽ രോഗശാന്തിയുണ്ട്, ഈ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും. അനിലും ഭൂവിലും മേലായ നാമം വന്നിത വല്ലഭനാമമതേ. ഓ വാനിലും ഭൂവിലും മേലായ നാമം വന്നിത വല്ലഭനാമമതേ. ദൂതർ വാഴ്ത്തി പുകഴ്ത്തിടും നാമമതേ, ദൂതർ വാഴ്ത്തി പുകഴ്ത്തിടും നാമമതേ. ഓ യേശുവിന്റെ തിരുനാമത്തിന് ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. ഓ യേശുവിന്റെ തിരുനാമത്തിന് ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. ഓ സങ്കടം ചഞ്ചല ശോധന വേളയിൽ ഓതാങ്ങി നടത്തിടും നാമമതേ. സങ്കടം ചഞ്ചല ശോധന വേളയിൽ ഓതാങ്ങി നടത്തിടും നാമമതേ. ഭയം മുറ്റുമകറ്റിടും നാമമതേ, ഭയം മുറ്റുമകറ്റിടും നാമമതേ. ഓ യേശുവിന്റെ തിരുനാമത്തിന് ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. യേശുവിന്റെ തിരുനാമത്തിന് ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. ഓ യേശുവിന്റെ തിരുനാമത്തിന് ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. ഞാൻ വേഗത്തില് ഒന്ന് രണ്ട് കാര്യം പറഞ്ഞു നിർത്തും. 9:30 മുമ്പ് ആശീർവാദം പറയും, ഭാരപ്പെടണ്ട. ഏതായാലും അതിനു മുമ്പേ പറയും. നാളെ യോഗം ഇല്ലെന്നാ തോന്നുന്നത്, ഇല്ലയോ? ഇല്ല. ഈ യൂദായുടെ ലേഖനത്തിൽ ഒരു പ്രത്യേകതയും കൂടെ നിങ്ങൾക്കെല്ലാം അറിയാം, എന്നാലും ഓർപ്പിക്കുക. അങ്ങനെയാണല്ലോ ലേഖനത്തിൽ ഓർപ്പിച്ചൊന്ന് ഉണർത്തുക. യൂദായുടെ ലേഖനത്തിന്റെ ഒരു പ്രത്യേകത, യേശുക്ക് ഈ മനോഭാവം നല്ലതാണെങ്കിലേ, എന്റെയും നിങ്ങളുടെയൊക്കെ മനോഭാവം നല്ലതാണെങ്കിൽ ആർക്കും വെളിപ്പെടുത്തി കൊടുക്കാത്ത ചില മർമ്മങ്ങൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തും. പലരെ കൊണ്ട് ഉപയോഗിക്കാത്ത നിലയിൽ ദൈവം നിന്നെ ഉപയോഗിക്കും. അതിന് ഒരു തെളിവ് ഒത്തിരി ഉണ്ട്. ഒരു തെളിവ്, ഈ മനോഭാവം നല്ലതായതുകൊണ്ട് നിങ്ങൾക്കറിയാം, വേറെ പുസ്തകം ഏതാണ്ട് 40 എഴുത്തുകാരാ എഴുതിയത്. എൻ്റെ ഭാഷ പറഞ്ഞ 39 എഴുത്തുകാർക്കും വെളിപ്പെടാത്ത പ്രധാനപ്പെട്ട 2 വിഷയം യൂദായ്ക്ക് വെളിപ്പെടുത്തി. അല്ല, 9-ാം വാക്യം വായിച്ച 9-ാം വാക്യം. എന്നാൽ പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെ കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞാൽ, മോശയുടെ ഉയർപ്പും തർക്കവും മീഖായേലും പിശാചും ഒക്കെയുള്ള തർക്കവും വാദവും 39 എഴുത്തുകാർക്കും വെളിപ്പെട്ടില്ല, യൂദായ്ക്ക് വെളിപ്പെട്ടു. ഇത് യൂദായുടെ ലേഖനത്തിൽ നിന്നാ പഠിക്കുന്നത്. എൻ്റെ സഹപഠന്മാരോടും ദൈവമക്കളോടും ഒരു കാര്യം പറയാം, നമ്മുടെ മനോഭാവം നല്ലതാണെങ്കിലുണ്ടല്ലോ, നിന്നെ ദൈവം ഉപയോഗിക്കും. എന്നാ വളരെ ഉപയോഗിക്കാത്ത മനോഭാവം ഒന്നും നല്ലതല്ല. കുശുമ്പും കുഞ്ഞായ്മയായിട്ട് ഇങ്ങനെ അങ്ങനെ ഒത്തിരി ആൾക്കാരോട്, ഒരാൾ നല്ലൊരു വീട് വെക്കട്ടെ, ഉടനെ കുശുമ്പ എങ്ങനെ ഒപ്പിച്ചു,
പോയായിരുന്നു. ആ ഉണ്ടോ കുശുമ്പ് കണ്ടോ? ഒരാളൊരു വണ്ടി മേടിക്കട്ടെ, മനോഭാവം നല്ലതല്ല. ഒരു കുഞ്ഞിനൊരു വിവാഹ ആലോചന വന്ന് അമേരിക്ക ആയിക്കോട്ടെ, ഉടനെ അമേരിക്ക എവിടെ അവരുടെ കൊച്ച് അമേരിക്ക, ഓ അമേരിക്ക വിശ്വസിക്കാനൊക്കെയല്ല. ഉണ്ടോ വിശ്വസിക്കാൻ? എന്തിനാ അമേരിക്ക വരുന്നത്? ഇവിടെ വിശ്വസിക്കാനൊക്കെയല്ല. പുതപ്പിനടി കിടന്നുണ്ടല്ലേ ഫോൺ ചെയ്തത്. എവിടാന്ന് എന്നോട് ചോദിക്കരുത്. പള്ളിപ്പാട് സൈഡാ. ആ അമേരിക്ക വരെ പോകുന്നത്. രണ്ടുപേരോട് ഇരുന്ന് പറയുന്ന ആരാന്ന് നിങ്ങൾ? അവർ രണ്ടും പറഞ്ഞ് ഞാൻ കണ്ണ് കാണിക്കുന്നത്. യോഗം കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ പറയാം. അയ്യോ മനോഭാവം നല്ലതായിരിക്കും നമ്മുടെ. എൻ്റെ എല്ലാം മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ സംസാരിക്കുമ്പോൾ സഹശുശ്രൂഷകരോട്, കൂട്ടുവേലക്കാരോട്, ഒരു സെൻട്രലിൽപ്പെട്ടവരോട്, സെൻട്രൽ പാസ്റ്ററോട്, ലോക്കൽ ശുശ്രൂഷകനോട് ഒക്കെ നല്ല മനോഭാവമായിരിക്കണമെന്ന്. നല്ല മനസ്സോടെ നീ ഇടപെട്ട് മനോഭാവത്തോടിരുന്നാൽ അനേകർക്ക് വെളിപ്പെടാത്തത് ദൈവം നിനക്ക് വെളിപ്പെടുത്തും. അനേകരെ ഉപയോഗിക്കുന്നത് പോലല്ല, ദൈവം നിന്നെ ശക്തമായിട്ട് ഉപയോഗിക്കും. ഉപയോഗിക്കും. സ്തോത്രം. സൂത്രമൊന്നും കാണിക്കരുത്. ദൈവത്തിന് മഹത്വം. അല്ല, ആർക്കും വെളിപ്പെടാത്ത വിഷയം യൂദായ്ക്ക് വെളിപ്പെടുത്തി. ഇനി 14 വാക്യം വായിച്ചാ 14. ആദാം മുതൽ ഏഴാമനായ ഹനോക്ക് ഇവരെ കുറിച്ച് കർത്താവ് എല്ലാവരെയും വിധിപ്പാൻ അവർ അപകൃതിയോട് ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തവും ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങൾ നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെ ബോധം വരുത്തുവാൻ 1000 വിശുദ്ധന്മാരോട് കൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. എന്ന് പറഞ്ഞാൽ ഹാനോക്ക് പ്രവചിച്ച കാര്യം യൂദായ്ക്ക് വെളിപ്പെട്ടു. 35-ാം അധ്യായത്തിലൊന്നും ഇല്ല. ഹാനോക്കിനെ പറ്റി എത്ര ക്ലിയർ ആയിട്ട് എഴുതിയേക്കുന്ന ഹാനോക്ക് പ്രവചിച്ചെന്ന്. ആ പ്രവചിച്ചത് അതാ, 1000 വിശുദ്ധന്മാരുമായിട്ട് കർത്താവ് വരുന്നെന്ന്. ഈ വിഷയം യൂദായ്ക്ക് ദൈവം വെളിപ്പെടുത്തി. ഇന്ന് രാത്രി ഞാൻ ആ ഭാഗം അങ്ങനെ അങ്ങ് വിടുക. നല്ല മനോഭാവത്തോടെ കർത്താവിനെ സേവിച്ചേ, നല്ല മനസ്സോടെ യേശുവിനെ ആരാധിച്ചേ. സ്തോത്രം. നല്ല മനസ്സോടെ ഇടപെട്ടെ. സ്തോത്രം. ദൈവം നിന്നെ തന്റെ കരത്തിലെടുക്കും. അത്ഭുതകരമായി ദൈവം നിന്നെ ഉപയോഗിക്കും. നിന്നെ കൊണ്ട് ദൈവം വൻ ക്രിയകൾ ചെയ്യിക്കും. നീ മുഖാന്തരം അനേകർ വിടിവിക്കപ്പെടും. നീ അനേകരെ തണുപ്പിക്കുന്ന വ്യക്തിയായിരിക്കും. അനേകർക്ക് നീ ഒരു ആശ്വാസമായിരിക്കും. നല്ല മനോഭാവത്തിൽ ഞാൻ സഭ ഇന്നും പ്രസംഗിച്ചും പറഞ്ഞു, എന്തെങ്കിലും കൊടുത്താലും നല്ല മനസ്സോടെ കൊടുക്കണം. നല്ല മനസ്സോടെ. രാവിലെ ഒരാൾ വീട്ടിൽ വന്ന് കട്ടൻ കൊടുക്കുക, കട്ടനാന്ന് കട്ട ഉള്ളത്, അത് നല്ല മനസ്സോടെ കൊടുക്കണം. യോ വയ്യാവേലി വന്ന് കൊടുക്കാൻ എങ്ങനെയാ വിടുന്നത്? കാപ്പി തരട്ടെ, അന്തസ്സുള്ളവനാന്ന് പറയാം, വേണ്ടാന്ന് പറയാം. എന്നാട്ടെ. നല്ല മനസ്സായിരിക്കണം. കഴിച്ചായിരിക്കും എന്നല്ലയോ? മനോഭാവം നല്ലതല്ലെന്ന്. ഞാനൊരു കാര്യം പറയണം, നിന്റെ വീതമാന്നേലും എടുത്ത് കൊടുക്കാൻ ഒരു മനസ്സ് വേണമെന്ന്. വേണ്ടായോ? ബസ്സേ കയറുമ്പോൾ പ്രായമുള്ളവരപ്പം നിൽക്കുക, നമ്മളുടനെ ഇരിക്കുക. അപ്പനിങ്ങനെ നിൽക്കുക, വയ്യ ഉടനെ നമ്മൾ വെളിയിലോട്ട് തലയിട്ടുകൊണ്ടിരിക്കുക. കാരണം ഇങ്ങനെ ഇരുന്ന അപ്പച്ചനെ നോക്കും, ചിലപ്പം ഇരുത്തേണ്ടി വരും. അല്ലെങ്കിൽ നമ്മളൊന്ന് എഴുന്നേക്കണ്ടി പുറത്തോട്ട് തലയിട്ടേക്കാങ്കി. വണ്ടാനത്തിൽ നിന്ന് മെഡിക്കൽ കോളേജ് വരെ, ആലപ്പുഴ പഴയ മെഡിക്കൽ കോളേജ് വരെ, കളർകോട് വരെ അപ്പച്ചൻ ഇവിടെ നിൽക്കുക. മനോഭാവം നല്ലതാണ്. കല്യാണത്തിനെ കൊണ്ട് കഴിക്കാൻ കയറിയപ്പം പ്രായമുള്ള അയാളെ ഇടിച്ചിട്ടേച്ചാ കയറി കസേര. ഈയിടെയും പറഞ്ഞു മനോഭാവം നല്ല. ചില ഞാൻ ഓപ്പണായിട്ട് അങ്ങ് പറയാം, കേറ്ററിംഗുകാർ അതൊക്കെ ഞാൻ പൊതുവെ കേറ്ററിംഗുകാർ 8 കസേരയായിരിക്കും. ഓപ്പണായിട്ട് പറയാം, 8 പീസ് മീനാ. അതൊക്കെ അവരുടെ ബിസിനസ് അല്ലേ. കട്ട്ലേറ്റുമൊക്കെ 8 പീസ്. ഒരുത്തനുമായിട്ട് ഞാനും കല്യാണത്തിന് അവൻ ആദ്യം 3 പീസ് എടുത്ത് അവൻ്റെ പ്ലേറ്റ് ഇട്ടു. എങ്ങനെയുണ്ട്? പിന്നെ അടുത്ത് എടുക്കാൻ പോയപ്പോൾ ഞാനത് 2 എണ്ണം ഇഞ്ഞെടുത്ത് വേറെ 2 പേർക്ക് ഇട്ടു. എന്നെയൊക്കെ ഒന്ന് നോക്കി. ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് ഇരുന്നോണ്ടെന്ന് പറഞ്ഞു. ഇത്ര പ്രാന്തെടുത്ത് നടക്കുന്നത് ഫ്രീ ആയിട്ട് കിട്ടുന്ന പറഞ്ഞാൽ അങ്ങനെ ചുമ്മാ പന്നി തിന്നു പോലെ തിന്നരുത്. അല്ലേ എൻ്റെ മര്യാദ? ഞാനാണെങ്കിൽ അവിടെ ഇരിക്കുന്നവർക്ക് എടുത്തു കൊടുക്കും. വിശേഷിച്ച് പ്രായമുള്ളവരും ബലഹീനരുണ്ട്, എടുത്തു കൊടുത്തു ഉറപ്പ് വരുത്തി വെച്ച്. നല്ല പ്രാഗൽഭ്യമുണ്ട്, അതുകൊണ്ടായി പറയാൻ. അല്ല, പ്രാഗൽഭ്യമുള്ളതുകൊണ്ടാ പറയാൻ. ഇത് എല്ലാം ആരെയും നോക്കത്തില്ല. ഞാൻ ഇരുന്ന് ഉടനെ എടുത്ത് പ്രാർത്ഥിക്കുന്നതിന് മുന്നേ കഴിക്കുകയും ചെയ്യും. ഉപദേശമാരോട് ഞാൻ പറയും, ശുശ്രൂഷ കഴിയുമ്പോഴേ അങ്ങ് പ്രാർത്ഥിക്കണം. ഇത് സാരി മാറാം, ഡ്രസ്സ് മാറാം, പിന്നെ അതുങ്ങൾ വരുന്ന നോക്കി ഇല്ല ഷട്ടറിൻ്റെ അവിടെ തൂമ്പിൻ്റെ അവിടെ മീൻ നിൽക്കും പോലെ നിൽക്കുക, ഇടിച്ചു കയറി. എന്തോ ഒരു മെനക്കേടൊക്കെയാണോ? നല്ല മനോഭാവം വേണമെന്ന്.
നല്ല മനോഭാവത്തോടെ നല്ല മനസ്സോടെ നീ ഇടപെട്ട് അവൻ ദൈവം നിന്നെ തന്റെ കരത്തിലെടുത്ത് ഉപയോഗിക്കും. അനേകർക്ക് വെളിപ്പെടാത്തത് ദൈവം നിനക്ക് വെളിപ്പെടുത്തും. ഞാൻ എൻ്റെ വാക്ക് നിർത്തുക. ആ 3-ാം വാക്യം ഒന്നുകൂടെ വായിച്ചോ. 3-ാം വാക്യം ഒരു കാര്യം പറഞ്ഞെങ്കിൽ നിർത്താം. വായിക്കും. പ്രിയരേ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് വരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. ദൈവമക്കൾ പോരാടണം. കർക്കശമായി പറയുക, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, രക്ഷിക്കപ്പെട്ട് സ്നേഹപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് തിരുവേശെടുക്കുന്ന ദൈവമക്കൾ പോരാടണം. നാട്ടുകാരോടും ബന്ധുക്കാരോടും ഒന്നുമല്ല പോരാടേണ്ടത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എന്തിനോടൊക്കെ നമ്മുടെ പോരിന്റെ ആയുധം ജഡീകമല്ല, വടിവാളെടുത്തല്ല പോരാടേണ്ടത്. ഇടികട്ട നെഞ്ചക്ക് നാടൻ ബോംബും ഉണ്ടല്ലോ വാരിക്കുന്തോ, അതൊന്നും എടുത്തല്ല നമ്മുടെ പോരാട്ടം. നമ്മുടെ പോരിന്റെ ആയുധം ജഡീകമല്ല, കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തിയാ. ഇന്ന് രാത്രി നീ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ നിറഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തിയാൽ അവൻ വിരോധമായി നിൽക്കുന്ന സകലത്തിനോട് പോരാടി വിജയം പ്രാപിക്കണം. എന്തിനോടൊക്കെ പോരാടണം? എബ്രായലേഖനം 12-ാം അധ്യായം 4 വെക്കുമ്പോ പാപത്തോട് പോരാടണം. ഉൽപ്പത്തി 4 വായിക്കുന്ന പാപം നിന്റെ വാലൊക്കെ കിടക്കുക, അതിന്റെ ആഗ്രഹം നിന്നോട്, നീ പോരാടി അതിനെ ജയിച്ച് കീഴ്പ്പെടുത്തണം. പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നതാ. സ്തോത്രം. അപ്പൊ ഒന്ന് പാപത്തോട് ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്യുന്നതാ. പാപികളെ രക്ഷിക്കാൻ ആ പാപമില്ലാത്ത യേശു സ്വർഗമഹിമ വെടിഞ്ഞ് ഈ ലോകത്തിൽ, എങ്കിലും ഈ ദുഷ്ടലോകത്ത് ജീവിക്കുമ്പോൾ നിന്നെ തകർക്കുവാൻ, നശിപ്പിക്കുവാൻ പാപത്തിന്റെ ശക്തികൾ അവനെ എതിർത്ത് വരുമ്പോൾ ഇന്ന് രാത്രി ഈ ദൈവത്തിന്റെ പൈതല് നീ പാപത്തോട് പോരാടി അതിനെ ജയിക്കണം. വിസ്തരിക്കുന്നില്ല. 2 എന്തിനോട് പോരണം? സാത്താനോട് പോരാടണം. എടുത്തു വായിപ്പിക്കുന്നത് യാക്കോബ് 4:7 നിങ്ങൾ ആകയാൽ നിങ്ങൾ ദൈവത്തോട് അടുത്ത് വരും, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. സാത്താനോട് പോരാടണം. അങ്ങനെ പോരാടുന്നതിൽ മടുത്തു പോകരുത്, ക്ഷീണിക്കരുത്. ഇസ്രായേൽ മക്കളെ എതിർത്തയച്ച് പുറകോട്ട് ഓടി. പക്ഷേ ദാവീദ് രാജാവ് ദാവീദ് പയ്യനാ അങ്ങോട്ട് ചെന്ന് സഞ്ചിക്കകത്ത് കൈയിട്ട് കവണയിൽ വെച്ച്, കല്ലെടുത്ത് കവണയിൽ വെച്ചുടനെ എറിഞ്ഞില്ല, വെച്ചൊന്ന് വീശി. ശുശ്രൂഷക്കൊക്കെ ഒരു തന്മയത്വമൊക്കെ ഇല്ലേ ഉണ്ട്. ചെല്ലങ്ങ് വെച്ച ഉടനെ എറിയുക. അവിടെ വെച്ച ഉടനെ വെച്ചൊന്ന് വീശി. അതിന് കാരണം ഇറക്കി വിട്ടപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, മോനെ ഒരു പറ മലരുണ്ട്, പാൽക്കട്ടി 10 ഉണ്ട്, പാൽക്കട്ടി 10 സഹസ്രാവിന് കൊടുക്കണം. മലരാർക്ക് കൊടുക്കണമെന്ന് എഴുതിയിട്ടില്ലെങ്കിലും ആശയം ഞാൻ പറയാം, ചേട്ടന്മാർക്ക് കൊടുക്കും. യുദ്ധം ഒന്നൊക്കെ അതിലും കുറിച്ച് നിൽക്കട്ടെ. ഉമ്മനാട്ട് പോയി കടയിലെ കുറിച്ച് നടക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടില്ലേ? ഞാൻ സഹിതം. പക്ഷെ ഒന്നും കിട്ടാനില്ലേ പിന്നെ കടല കുറയ്ക്കാതെ പിന്നെ കല്ല് കുറിച്ചു പോകും. എല്ലാം കിട്ടാനുണ്ടെങ്കിൽ നമ്മൾ ഇരുന്ന് കേട്ട് ബലപ്പെട്ട് ശക്തിക്കുക. എല്ലാവരുടെയും കാര്യമല്ല. 2 പേരെ കണ്ടു. ഇവിടെ എല്ലാം കടലയുടെ ഇത് താരിയാ, കടവാ 2. തന്നെയല്ല വർത്താനം സ്തോത്രം നമ്മൾ നാറ്റവും. ഞാൻ പിന്നെ ഇങ്ങനെ എന്തുകൊണ്ട് വിശേഷം സുഖാണ്. അപ്പൊ ഈ പാൽക്കട്ടി 10 സഹസ്രാരവിന് കൊടുക്കണം. ലക്ഷ്യം വാങ്ങി വരണം. അങ്ങനെ അപ്പം പറഞ്ഞ് ലക്ഷ്യം വാങ്ങി, ലക്ഷ്യമുള്ളത് കൊണ്ട് ആ സഞ്ചിക്കകത്ത് കൈയിട്ട് കല്ലെടുത്ത് കവണയിൽ വെച്ച് വീശി. ലക്ഷ്യമുണ്ട്, വീശി. ശുശ്രൂഷയ്ക്ക് തന്മയത്വം വേണം. പറയുന്നത് മോശമാ പൊതുവിൽ, എന്നാലും പറയാതിരിക്കാൻ ഒക്കത്തില്ല. ഒരു ശവസംസ്കാരത്തിന് പോയി. ആ പിള്ളേര് അവരുടെ അപ്പൻ ജനപ്രതിനിധി, നാട്ടിലെ മാന്യനായ മനുഷ്യനാണ്. അയ്യോ, ആ ഡെഡ് ബോഡി 1-2 പിള്ളേര് രക്ഷിക്കപ്പെട്ടതല്ല. ഒരു 6 അടി പൊക്കം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഞാനും അടക്കത്തിന് ഭയങ്കരം പെട്ടി, നല്ല നെടുനീളത്തേക്ക് എന്തോ ആഢ്യത്വമാണ്. ഞാനും ചൊല്ലും. ജനപ്രതിനിധികൾ, MLA മാരും MP മാരും ഒക്കെ ഉണ്ട്. അത് പ്രഗത്ഭനാ. നമ്മുടെ ഒരു ഉപദേശിക്ക് ബോധമില്ല. സെമിത്തേരിൽ കൊണ്ടുവച്ചു. അവർ ഇതുപോലെ നല്ല കസകിൻ്റെ നേരിയത് ഇങ്ങനെയൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ടാണ് കിടത്തിയേക്കുന്നത്. അതാ 2 പിള്ളേർ പെന്തിക്കോസിലൊന്നുമല്ല, സംതാൻ അവിടെ കൊണ്ടുവച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു വെച്ച് പെട്ടി അടയ്ക്കുന്നതിന് മുന്നേ അയാൾ മണ്ണ് വാരി, എന്നാൽ ഇച്ചിരി കാലിൻ്റെ ഇവിടെ ഇട്ടാൽ പിന്നെയും സഹിക്കാം, അങ്ങ് വെതറുക. അപ്പം ഞാൻ നോക്കുന്ന അതിൽ മൂത്ത ചെറുക്കൻ ഇഷ്ടപ്പെട്ടില്ല. അവൻ രക്ഷിക്കപ്പെട്ടതല്ല. ഞാൻ ഓർത്ത് അടി കൊണ്ട് ഊപ്പാട് വരുമെന്ന് ഓർത്ത് ഞാൻ വഴി നോക്കിയാണ് നിന്നത്. അഥവാ അടി വന്ന അന്നേരം ഓടണം. പിന്നെ ഞാൻ വഴി നോക്കിയാച്ചാണ് നിന്നത്. വിവരക്കേടാ. അന്ന ഇരിക്കും, അഥവാ ഇട്ടു.
ഒരിച്ചിരി എടുത്ത കാലിൻ്റെ എവിടോട്ട് മണ്ണിടണമെന്ന് തന്നെ ഇത്ര നിർബന്ധം? പിന്നല്ലേ, അല്ല മണ്ണിടണമെന്ന് തന്നെ ഇത്ര നിർബന്ധം? പഴയ പിതാക്കന്മാര് ശുശ്രൂഷയ്ക്ക് ഒരു തന്മയത്വത്തിന് വേണ്ടി ഒന്ന് ചെയ്തു. ഇല്ല കൊട്ടക്കടി പൂച്ച ഇട്ടിച്ച് പ്രാർത്ഥിക്കും പോലെ പ്രാർത്ഥിക്കാം. പൂച്ച എന്തിയെ? ഇതല്ലേ ഇപ്പോഴും പാരമ്പര്യം. ഇനി അഥവായി ഇട്ടാൽ ആ പെട്ടി മൂടി ഒന്നെങ്കിൽ കുഴിക്കകത്ത് വെച്ച് കഴിയുമ്പോൾ ഇച്ചിരി ഇട്, അല്ലെ സെല്ലിലാന്നേ സെല്ല് വെച്ച് കഴിയുമ്പോൾ അയാൾ ഞാൻ നോക്കി നിൽക്കുക. അതോ മണ്ണാന്നല്ലോ ഉള്ള ചെളി. അയ്യോ അവര് നല്ല കസകിന്റെ നേരിയതിൽ എന്നാ നല്ല വൃത്തിയായിട്ടാ കിടത്തി. അത് പുള്ളി ഇങ്ങനെ എന്നാ ഇട്ടേച്ചിങ്ങനെ വീശ മൂത്ത ചെറുക്കം നോക്കി. എനിക്കും വല്ലതും പറയാം, അന്നേരം കയറി വല്ലതും പറയാൻ പറ്റുമോ? ഇച്ചിരി കഴിഞ്ഞ് അദ്ദേഹം തന്നെ പറഞ്ഞു ആ ചുമതലപ്പെട്ട ഒരു മുഖം മൂടാൻ. അപ്പൊ അവൻ തന്നെ വന്നച്ചാ തുണി പൊക്ക ഒറ്റ വിതറ് എൻ്റെ കണ്ണിലും മണ്ണ് വീണ്. നടന്ന കാര്യമാണ്. അവന് ഇഷ്ടപ്പെട്ടില്ല. അവൻ ആ തുണി എടുത്ത വല്ല കാര്യമുണ്ട്? വിവരമില്ല ചിലതിന്. എന്നാൽ പ്രായമുള്ള തന്മയത്വമുള്ള സീനിയറായ ദൈവദാസന്മാർ അത് തന്മയത്വത്തോടെ ചെയ്യുമ്പോൾ നോക്കി നിന്ന് പഠിക്കണ്ടേ? അന്നേരം മൊബൈലിൽ കളിച്ചോണ്ടിരിക്കും. അന്നേരം ഉടനെ പന്നി മാന്തും പോലെ ഇരുന്ന് മാന്തുക. എടാ പ്രായമുള്ള സീനിയറായ ദൈവദാസന്മാർ, ഞാൻ ഇരുത്തിക്കൊണ്ട് പുകഴ്ച പറയുകയല്ല, അച്ചാൻ അറിയത്തില്ല, ഞാൻ അന്നത് പഠിച്ചതാ. വർഷങ്ങൾക്ക് മുമ്പ് ഓമനപ്പുഴയിലെ ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ ചെത്തിയാന്നോ അതിനടുത്ത സ്ഥലം ഒരു വീട്ടിലൊരു അമ്മച്ചി മരിച്ചു. അച്ചായനാ ലീഡ് ചെയ്യുന്നത്. എനിക്ക് വന്നൊരു 30 വർഷത്തിന് മുമ്പാണ്. എന്ത് തന്മയത്തമായിട്ടാണ് ശുശ്രൂഷ ലീഡ് ചെയ്തത്. അന്ന് ഞങ്ങൾ തമ്മിൽ പരിചയം അടുപ്പമൊന്നുമില്ല. ആലപ്പുഴയിലെ സെൻട്രൽ പാസ്സാന്ന് പറഞ്ഞു. എന്ത് നല്ല അടുക്കടുക്കായിട്ട്. ഞാനപ്പം കുറച്ച് നേരം അവിടെ ഇരുന്നു. ഞങ്ങൾ തമ്മിൽ കണ്ടൊന്നുമില്ല, മിണ്ടിയില്ല. അത് ഞാൻ വളരെ ശ്രദ്ധിച്ചു, പഠിച്ചു. അതിനുശേഷം ഞാൻ അങ്ങനെയുള്ള രംഗങ്ങൾ വരുമ്പോൾ അദ്ദേഹം ചെയ്തതുപോലെ ഞാനത് ചെയ്യാൻ ശീലിക്കും. ഏറെക്കുറെ ഒക്കുന്നുണ്ടെന്നായി എൻ്റെ തോന്നല്. അപ്പം അത് കണ്ടുപഠിക്കണം, കേട്ട് പഠിക്കണം. ഇതെല്ലാം അറിയാനും പറഞ്ഞാൽ വലിയ പോകൊക്കെ കണ്ട് ഒരു പുണ്ണാക്കും അറിയാനും മേല. കണ്ടുപഠിക്കണം, കേട്ട് പഠിക്കണം. നമ്മളെല്ലാം പഠിച്ചല്ലോ വന്നത്. പ്രായം നമുക്ക് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട തന്മയത്വമുള്ള ശുശ്രൂഷകന്മാർ 100 കണക്കിനില്ലേ. അത് കണ്ടും കേട്ടും പഠിക്കണം. ഇരുത്തിക്കൊണ്ട് പോഴ്ചയൊന്നും പറഞ്ഞതല്ല. പഠിക്കണം. അപ്പോൾ വീശി എറിഞ്ഞു. അവൻ എതിർത്ത് നിൽക്കണം. എന്തിനോട്? പിശാചിനോട് എതിർത്ത് നിൽക്കണം. 1 പാപത്തോട് പോരാടണം. 2 പിശാചിനോട് പോരണം. പിശാചിനെ കണ്ട് നീ ഓടുകയല്ല, നിന്നെ കണ്ട് അവൻ ഓടണം. വായിപ്പിക്കുന്നില്ല എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 12 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ 4 ശക്തികളോട് പോരാടണം. ഇന്ന് രാത്രി അതിനാ ദൈവം നമ്മെ വിളിച്ചത്. പിന്നെ ഒരു കാര്യം ഇവിടെ പറഞ്ഞ് നിർത്താം. ആരാ പോരാടേണ്ടത്? പോരാടേണ്ടവന് യോഗ്യത കൊണ്ട്. അതാ 1-ാം വാക്യത്തിൽ നിന്റെ യോഗ്യത. വിളിക്കപ്പെട്ടവരും സൂക്ഷിക്കപ്പെട്ടവരും സ്നേഹിക്കപ്പെട്ടവരും വേണം പോരാടാൻ. 1-ാം വാക്യം വായിച്ച് നമുക്കങ്ങ് നിർത്താം. വായിച്ചോ മോനിസി പാസ്റ്റർ. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമാകുന്ന യൂദ പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടു. അയ്യോ, ആരാ പോരാടേണ്ടത്? 1 പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവർ. ഇന്ന് രാത്രി യേശു നിന്നെ സ്നേഹിക്കുന്നു. യേശു നിന്നെ ഇഷ്ടപ്പെടുന്നു. സമൂഹത്തിനോ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ മാതാവിനോ പിതാവിനോ സഹോദരങ്ങൾക്കോ അല്ല ഭാര്യയ്ക്കോ ഭർത്താവിനോ മക്കൾക്കോ നിന്നോട് സ്നേഹമില്ലെന്ന് നിനക്ക് തോന്നുകയും ഇനി എന്തിനാ ജീവിക്കുന്നത്? റെയിൽവേ പാളത്തിൽ തലവെക്ക, ആത്മഹത്യ, അല്ലെങ്കിൽ വേഷം കഴിക്കുക. അല്ലല്ല സ്നേഹിത, സുഹൃത്ത്, നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട്. ദൈവം സ്നേഹമാ. ഇന്ന് രാത്രി ആ സ്നേഹത്തിലേക്ക് നീ കടന്നു വാ. യേശു നിന്നെ രക്ഷിക്കും. അപ്പോൾ സ്നേഹിക്കപ്പെട്ടവർ യോഗ്യത നോക്കിയല്ല സ്നേഹിച്ചത്. യോഗ്യത ഒന്നും നോക്കിയല്ല. ഞാനെപ്പോഴും പറയും എനിക്കൊരു യോഗ്യത ഇല്ല. ഇല്ല. എന്നെ പറ്റി പല അഭിപ്രായമാണ്. ഇന്നാളൊരാൾ പറഞ്ഞു വിവരമൊന്നുമില്ലെന്ന്. സത്യമാണ്, വിവരമില്ലെന്ന്. ഇത് സത്യമാണ്. വേറൊക്കെ ഒരുത്തൻ പറഞ്ഞു ഒരു ബോധവും ഇല്ലാത്തവനാന്ന് പറഞ്ഞു. എന്നെ പറ്റിയാ. സത്യമാണ്.
വേറൊരു ഒരുത്തൻ പറഞ്ഞു അയാൾ കുടുംബത്തിൽ പിറന്നവനല്ലെന്ന്. സത്യമാ, ആശുപത്രിയിലാണ് പ്രസവിച്ചത്. അമ്മ പറഞ്ഞു കേട്ടോണ്ട്, ചങ്ങനാശ്ശേരി ഗവൺമെന്റ് ആശുപത്രിയിലാണ് പ്രസവിച്ചത്, കുടുംബത്തിൽ പിറന്നതല്ല. മനുപ്പാസ് കുടുംബത്തിലാണെന്ന് പറഞ്ഞത്. നമ്മൾ രണ്ടും സമചിച്ചാവിധിയില്ല. ദൈവത്തിന് മഹത്വം. കുടുംബത്തിൽ പറഞ്ഞവനല്ല. പെന്തിക്കോസിൽ തന്നെ നമ്മുടെ ഒരു അച്ചായൻ പറഞ്ഞു അവന് വിവരമൊന്നുമില്ലെന്ന്. കള്ളുഷാപ്പിന്റെ അവന്റെ താന്ത അങ്ങനെ പറഞ്ഞ, അവന്റെ താന്ത കള്ളുഷാപ്പിലെ ജോലിക്കാൻ അതിന്റെ വിവരം. സത്യമാ, എൻ്റെ അപ്പന് കള്ളുഷാപ്പിലൊരു ചെറിയ ജോലിയായിരുന്നു കേട്ടോ. അതെ, സത്യമാണ്, എനിക്കത് അഭിമാനമാണ്. പക്ഷെ അപ്പം കള്ളുഷാപ്പിൽ ജോലിയാണെങ്കിലും കള്ളു കുടിക്കുകയില്ലായിരുന്നു. നിനക്ക് കള്ളുഷാപ്പിൽ ജോലിയില്ലെങ്കിലും കുടിച്ച് പൂസായി 4 കാലം വെളിവില്ലാറാ നീ നടന്നത്. എനിക്ക് വലിയ പ്രാഗൽഭ്യമാണ് പറയുന്നത്. കള്ളുഷാപ്പിലൊരു ചെറിയ ജോലിയായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളെ വളർത്തിയത് എൻ്റെ അപ്പൻ. എൻ്റെ അമ്മയാണെ പാടത്ത് പണിയെടുത്തു. അയ്യോ എന്ത് കഷ്ടപ്പെട്ടതാണ്. നിങ്ങളുടെയൊക്കെ അമ്മമാരും അങ്ങനെ. ഇപ്പം മൈക്ക് എൻ്റെ കയ്യിലായതുകൊണ്ടാണ് എൻ്റെ അമ്മയുടെ കാര്യം പറയുന്നത്. അതെ, അമ്മയുടെ കൂടെ ഞാനെന്ത് ഇവിടെ എല്ലാം കൊയ്യാൻ പോയിട്ടുണ്ട്. മെതിക്കാം, പിന്നെ എല്ലാം സംഭിച്ചായ സകല ജോലി അറിയാം. അതുകൊണ്ട് ഈ പെണ്ണുങ്ങൾ ജോലിയാണെന്ന് പറഞ്ഞാൽ ഞാൻ വകവെച്ചും കൊടുക്കുകയല്ല, അത് വേറെ കേസ്. ഞങ്ങളുടെ സഭയിലെ ഞായറാഴ്ചയൊക്കെ ഭക്ഷണമുണ്ട്, വീട്ടിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കും. ഇന്നലെ നിലമ്പൂർ കൺവെൻഷൻ കഴിഞ്ഞ് വെച്ച് നിലമ്പൂർ പോകുന്നതിന് മുന്നേ മീൻ കറി വെച്ചാ പോയത്. നല്ല മീൻ കറിയല്ലായിരുന്നോ? നിങ്ങൾ കൂട്ടി വെച്ച് പിന്നെ മിണ്ടായിരിക്കും. അതെ, കറി വെച്ച് ഞാൻ പോയി. ഇന്ന് വെളുപ്പിനെ 4 അയലയോ 4 കേരമീൻ എങ്ങനെയാ കൂട്ടിയത്? കേര അങ്ങോട്ട് വാ, അവര് പെണ്ണല്ലേ. അറിയാതെ കുറ്റമല്ല. ചേച്ചി ഞാൻ പോയി. ഇന്ന് വെളുപ്പിനെ 4:45 നിലമ്പൂരിൽ നിന്ന് വന്നപ്പോൾ 4:45 വന്ന ഉടനെ ഞാൻ ഉറങ്ങിയില്ല. വന്ന ഉടനെ പാട്ട് പാടി 3-4 പാട്ട് പാടി തമ്പേറടിച്ച് പാട്ട് പാടി ആരാധിച്ച് പ്രാർത്ഥിച്ചു അടുക്കളയിലോട്ട് കയറി. ഒരു ഉമ്മ വരുന്നുണ്ട്, സഹായമൊക്കെ ചെയ്യും. ഉള്ളി പൊളിക്കാനും ഒക്കെ നല്ല ധൃതി ചെയ്ത്. വീട്ടിലുള്ളവരുണ്ട്, എല്ലാവരും ഉണ്ട്. ചോറും വെച്ച് സാമ്പാറും വെച്ചു, അവിയലും ഒക്കെ വെച്ചു, പായസം ഉണ്ടാക്കി. നല്ല പായസം അല്ലായിരുന്നു. ആണെന്ന് തമാശ പറഞ്ഞതല്ല, ചെയ്യും, ജോലിയൊക്കെ ചെയ്യും. നിങ്ങളുമൊക്കെ ചെയ്യും. ചിലക്ക് പാസ്റ്റർ ആയി കഴിഞ്ഞാൽ ഒരു ജോലി കക്ഷത്തെ ഇഷ്ടീകരിക്കും പോലെ. ഞങ്ങളുടെ ഒരു കുഞ്ഞോളമ്മ ഉണ്ടായിരുന്നു. എന്നോട് ചോദിച്ചു, അനീഷ് പാസ്റ്റർ എന്തോ അമ്മാമ്മേ BTH എടുത്താ മീൻ മേടിക്കാൻ മേലെ? അയ്യോ, ഞാൻ ചോദിച്ചു അങ്ങനെ അല്ല, മോൻ BTH ആ. അവനോട് ഞാൻ പറഞ്ഞു, എടാ അങ്ങോട്ട് ചെന്നിച്ചിട്ട് മീൻ വേണം. അവൻ പറഞ്ഞു ഞാൻ BTH ആന്ന്. BTH എടുത്താ കടയിൽ പോയി മീൻ. ഞാൻ പറഞ്ഞു BTH എടുക്കുന്നതിന് മീൻ മേടിക്കുന്നതിനും BTH ആയിട്ട് യാതൊരു ചെയ്യണം കേട്ടോ. നല്ല മനോഭാവത്തോടെ നിന്നെ സ്നേഹിക്കുന്ന യേശുവുണ്ട്. അപ്പോൾ ഓടിച്ചു നിർത്താം. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും. പിന്നെ അടുത്ത വാക്യം വായിച്ചു നിർത്തുക. യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടു. അയ്യോ, നിന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. വീടാതെ വണ്ണം നിന്നെ സൂക്ഷിക്കുന്ന ദൈവമുണ്ട്. നിന്റെ തലമുറയെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ പ്രിയപ്പെട്ടവളെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. 1 സ്നേഹിക്കപ്പെട്ട്, 2 സൂക്ഷിക്കപ്പെട്ട്. അടുത്തത് സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്ന വിളിക്കപ്പെട്ടവർ. നിന്നെ ഇന്ന് രാത്രിയും യേശു വിളിക്കുക. ഇന്ന് രാത്രി യേശു നിന്നെ വിളിക്കുക. സന്തോഷത്തോടെ കടന്നു വാ, നിന്നെ ദൈവം രക്ഷിക്കും. അങ്ങനെ വിളിക്കപ്പെട്ട്, സൂക്ഷിക്കപ്പെട്ട്, സ്നേഹിക്കപ്പെട്ടിരിക്കുന്നവർ വേണം പോരാടാൻ. അങ്ങനെ പോരാടുന്നെങ്കിൽ ജയിക്കാനുള്ള കൃപ ഇന്ന് രാത്രി ദൈവം നിന്റെ മേൽ പകരും. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആ പഴയ പാട്ടിന്റെ 2 ചരണം പാടി നമുക്ക് അങ്ങ് പിരിയാ. നല്ല പോരാട്ടം പോരാടി ഓട്ടം ഓടിടാ, വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാ. അമ്മേ, നല്ല പോരാട്ടം പോരാടി ഓടിടാ, വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാ. ലക്ഷ്യം നോക്കി ഓട്ടം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുൻപോട്ടോടി ഓട്ടം തികയ്ക്കാം. ഓട്ടക്കാലത്തിൽ ഓടുന്നു
ഓട്ടം തികയ്ക്കാം. അവൻ അങ്ങും ഇങ്ങും നോക്കിയാൽ നീ മുൻപിൽ പോയിടാം. ഭംഗമില്ലതോടിയാൽ കിരീടം പ്രാപിക്കാം. അങ്ങും നോക്കിയാൽ നീ മുൻപിൽ പോയിടാം. ഭംഗമില്ലതോടിയാൽ കിരീടം പ്രാപിക്കാം. പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. കണ്ടു സംശയിച്ചു നിൽക്കാതെ ചാടിയോടി പോകുവാൻ ബലം ഭരിച്ചിടാം. കണ്ടു സംശയിച്ചു നിൽക്കാതെ ചാടിയോടി പോകുവാൻ ബലം ഭരിച്ചിടാം. തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ട് ഓട്ടം തികയ്ക്കാം. ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ശക്തി ഇന്ന് രാത്രി എല്ലാ ദിവസം വ്യാപാരങ്ങൾ ദേശത്തിന്റെ കെട്ടുകൾ പൊട്ടട്ടെ. വടക്കിനോട് അരികാക്കും, തെക്കിനോട് അടുത്തു വെക്കരുതെന്ന് ഇന്ന് രാത്രി അന്ധകാരത്തിന്റെ കോട്ടകൾ അഴിഞ്ഞു മാറട്ടെ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഇതുവരെ എന്നെ കേട്ടിരുന്ന കർത്തദാസന്മാർ, മാതാക്കൾ, പിതാക്കന്മാർ, സമീപവാസികൾ, സ്ഥലവാസികൾ, ഈ ദേശത്തുള്ള മാന്യർ എല്ലാവർക്കും വിശേഷിച്ച് കർത്തദാസന്മാർക്ക് നന്ദി. ഒരു മിനിറ്റ് എഴുന്നേറ്റുന്നില്ല, കാരണം നമ്മുടെ സമാപന യോഗമാ. ഒരു മിനിറ്റ് ഒക്കുന്നെങ്കിൽ ആകെ ഉണ്ടെങ്കിൽ കൈ രണ്ടും ഒന്ന് ഉയർത്തി വീശി ഇന്നും എന്നേക്കും വീശി കൂടെ പാർക്കും നമ്മളെല്ലാം വീശി നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. തിരുമകൻ നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. തിരുമകൻ നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. കരമുയർത്തി
ഹല്ലേലൂയ പാടാം.